വാക്യങ്ങൾ, ചിന്തകൾ, ആലോചനകളൊക്കെ ഓരോന്നായിട്ട് വേഗേന നൽകുന്നു. എല്ലാ ചിന്തകളെയും വിശദീകരിക്കാൻ സമയത്തിൻ്റെ പരിമിതി ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് കൂടുതൽ നിങ്ങൾ നോട്ട് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വീണു പോകരുത്, വീഴരുത്, അതാണ് നമ്മുടെ തീം, അറിയാമല്ലോ. അതുമായി ബന്ധപ്പെട്ട പല വാക്യങ്ങളും ഇവിടെ ഉദ്ഘാടന സന്ദേശം, തീം പ്രസൻറ്റേഷൻ, അതുപോലെ ഇപ്പോൾ ദൈവദാസൻ ആദ്യത്തെ സെഷൻ പ്രൊസൈഡ് ചെയ്ത അധ്യക്ഷൻ, ഇപ്പോഴത്തെ സെഷൻ പ്രൊസൈഡ് ചെയ്ത ബഹുമാന്യ പാസ്റ്റർ, എല്ലാവരും അനുഗ്രഹീതമായ വാക്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വീഴരുത് എന്നുള്ള ആ ഒരു ആശയത്തെ നമ്മുടെ മുമ്പിൽ സ്ഥാപിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ കുറിക്കാൻ ഞാൻ കുറേ പദങ്ങൾ പറയാം. താഴെ എഴുതണം, നേരെ എഴുതരുതല്ല, സ്ഥലം ലാഭിക്കാൻ വേണ്ടി. താഴോട്ട് മാർജിനോട് ചേർത്ത് കുറേ പദങ്ങൾ താഴോട്ട് എഴുതണം. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ എല്ലാം വാക്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു അസൈൻമെൻറ്റ് തരികയാണ്. ഓക്കെ, ഇഷ്ടമാണോ? ഒരു ഹോംവർക്ക് തരികയാണ്. വീട്ടിൽ ചെന്നിട്ട് വേദോസ്തം തുറന്ന് ഇതിൻ്റെ വാക്യങ്ങളെ കണ്ടെത്തണം. ഓക്കെ, പദങ്ങളാണ് ഞാൻ പറയാൻ പോവുക. ഒന്ന്, വീഴരുത്. അതിന് നിങ്ങൾക്ക് വാക്യം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഓക്കെ, വീഴരുത് ഒന്നാമത്തെ പദമാണ് എഴുതേണ്ടത്, വീഴരുത്. രണ്ടാമത്തെ പദം എഴുതണം, താഴരുത്. ഓക്കെ, വിശ്വാസത്തിൽ നിന്ന്, തീരുമാനത്തിൽ നിന്ന്, പ്രതിഷ്ഠയിൽ നിന്നൊന്നും നമ്മൾ താണു പോകരുത്, താഴരുത്. മൂന്നാമത്തേത്, കുഴയരുത്. ജീവിതത്തിൽ പ്രശ്നകലുഷിതമായ സാഹചര്യത്തിൽ കുഴഞ്ഞു പോകരുത്. സമചിത്തതയോടെ പതറാതെ നിൽക്കാൻ പറ്റണം. മൂന്നാമത്തെ പദം അതാണ്, കുഴയരുത്. ഗുഡ്. എൻ്റെ കൂടെ ഉണ്ടല്ലോ, എഴുതുന്നുണ്ടല്ലോ, സ്പീഡ് കൂടുന്നില്ലല്ലോ. ഓക്കെ, എഴുതാൻ പാകത്തിന് തഞ്ചമായിട്ട് പറയുക. ഓക്കെ, അടുത്തത്, വഴുതരുത്. കൃപയിൽ നിന്ന് വഴുതരുത്, വചനത്തിൽ നിന്ന് വഴുതരുത്, വിശ്വാസത്തിൽ നിന്ന് വഴുതരുത്. ഓക്കെ, അടുത്ത പദം, വഴങ്ങരുത്. അനാത്മീയമായ ഒരു നിർബന്ധത്തിനും വഴങ്ങരുത്. സ്കൂളിലോ കോളേജ് ക്യാമ്പസുകളിലോ എത്തുമ്പോൾ കൂട്ടുകാരികളുടെ യാതൊരു നിർബന്ധത്തിനും വഴങ്ങിപ്പോകരുത്, വഴങ്ങാതെ നിൽക്കണം. സുവിശേഷത്തിൻ്റെ സത്യത്തിന് വേണ്ടി ആർക്കും വഴങ്ങരുത്. സുവിശേഷത്തിൻ്റെ സത്യത്തിന് വിരുദ്ധമായ നിയോഗ നിർബന്ധങ്ങൾ, ആസക്തികൾ, തൃഷ്ണകൾ, അതിനൊന്നും നമ്മൾ വഴങ്ങിക്കൊടുക്കരുത്, വഴങ്ങരുത്. ഓക്കെ, അടുത്തത്, സ്വയം പുകഴരുത്. ഞാൻ എന്ന ഭാവം വരരുത്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുന്നതാണ് സ്വയം പുകഴുക. ഞാനില്ലായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ഭാവം നമ്മിൽ വരരുത്. ഞാൻ എന്ന പ്രയോഗം തന്നെ നമ്മുടെ നാവിൽ സുലഭമായി വരരുത്, വളരെ വിരളമായിട്ടേ വരാവൂ. ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ കൃപയത്രേ. അങ്ങനെ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ടാവും? ഞാൻ പാടിയപ്പോൾ, ഞാൻ പ്രസംഗിച്ചപ്പോൾ, ഞാൻ ലീഡ് ചെയ്തപ്പോൾ എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഭാവമാണ് പലർക്കും. അത് പാടില്ല. അതുകൊണ്ട് സ്വയം പുകഴരുത് എന്ന് പറയുന്നു. അടുത്ത ഒരെണ്ണം കൂടി എഴുതണം, താഴ്ത്തപ്പെടരുത്. മറ്റാരാലും താഴ്ത്തപ്പെട്ടു പോകരുത്, ദൈവത്താൽ താഴ്ത്തപ്പെടരുത്. ദൈവം നമ്മെ ഉയർത്തണം. അപ്പോൾ എത്ര പദങ്ങളായി? 7 പദം. 7 നല്ലൊരു സംഖ്യ, അതുകൊണ്ട് പോകും. 7 പദങ്ങൾ തന്നിട്ടുണ്ട്. 7 പദങ്ങൾക്കും ഒത്തിരി വാക്യങ്ങൾ ഉണ്ടാവും ആശയപരമായി. ആ വാക്യങ്ങളെ നിങ്ങൾ പൂരിപ്പിക്കണം. ഗുഡ്. എല്ലാവർക്കും കിട്ടിയോ? അങ്ങ് പുറകറ്റമൊക്കെ കിട്ടിയല്ലോ, 7 കാര്യം കിട്ടിയല്ലോ. വെരി ഗുഡ്. അപ്പോൾ വീഴരുത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഈ പദങ്ങളുടെ എല്ലാം പഠനം വേണം നമുക്ക്. വീണുപോയ അനവധി പേരുണ്ട്. ആദ്യത്തെ വീഴ്ച ലൂസിഫറിൻ്റെ വീഴ്ചയായിരുന്നു. പിന്നത്തെ വീഴ്ച ആദമിൻ്റെ വീഴ്ചയാണ്. ദ ഫാൾ ഓഫ് മാൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായൊരു ആത്മീയ പാഠമാണ്. ഓക്കെ, അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മൾ വീഴ്ച നോക്കിയാൽ ദാവീദിൻ്റെ വീഴ്ച ദയനീയമായിരുന്നു. ഒട്ടനവധി ആളുകൾ, ശിംശോൻ്റെ വീഴ്ച ദയനീയമായിരുന്നു. ഇസ്രായേലിലെ ചരിത്രത്തിൽ ഏറ്റവും നല്ല കോമളനായിരുന്നു ശിംശോൻ. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, യുവാക്കന്മാർ ശ്രദ്ധിക്കണം. ഇസ്രായേലിലെ ചരിത്രത്തിൽ കോമളത്വം അവകാശപ്പെടാവുന്ന ഒരാളായിരുന്നു ആരാ? ശിംശോൻ. ആരോഗ്യത്തിൻ്റെ ഗാത്രനായ മനുഷ്യൻ. ഒരു സിംഹത്തെയൊക്കെ ചുമ്മാ കീറി എറിഞ്ഞ് കളഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ നടന്നു പോവുക. 300 കുറുക്കന്മാരെ ചേർത്ത് വാലോട് വാൽ കെട്ടി ഫിലിസ്തീനയുടെ പാടശേഖരങ്ങൾ പന്തം കൊളുത്തി കത്തിച്ചു കളഞ്ഞ മനുഷ്യൻ, അനിതര സാധാരണനായൊരു മനുഷ്യൻ. ഹീമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ എന്നൊക്കെ നമ്മൾ കോമിക്കിൽ വായിച്ചിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ അന്നത്തെ പിള്ളേർ സൂപ്പർമാനെ നേരിട്ട് കാണുകയായിരുന്നു. ശിംശോൻ സൂപ്പർമാൻ ആയിരുന്നു.
കോമളൻ എന്ന പദം ഞാൻ പറഞ്ഞല്ലോ, മറക്കരുത്. ശിംശോൻ കോമളനായിരുന്നു. പക്ഷേ വീണുപോയപ്പോൾ കോമളത്വം മാറി, പകരം കോമാളിയായി മാറി. ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ദാഗോന്റെ ക്ഷേത്ര കപാടത്തിൻ്റെ തൂണോട് തൂണും ചേർത്ത് വെച്ച് കെട്ടിയപ്പോൾ ശിംശോന് നമുക്ക് കൊടുക്കാവുന്ന പേര് കോമളനെന്നല്ല, കോമാളി എന്നാണ്. ചാടിക്കളിക്കട കുട്ടിരാമ എന്ന് പറഞ്ഞ് ഉത്സവപ്പറമ്പുകളിൽ കുരങ്ങന്മാരെ കൊണ്ട് നിർത്തി അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രകടനം കാണിക്കുമ്പോൾ ആളുകൾ കൂടുന്നത് പോലെ ഒരു തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന ശിംശോന്റെ കവളിൽ കുത്തി തോണ്ടി കളിക്കുന്നുണ്ട് അന്നത്തെ പിള്ളേർ. രണ്ട് കണ്ണും കുത്തി പൊട്ടിക്കപ്പെട്ടവനായി വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന ശിംശോന്റെ ഭാവം, ആ രൂപം നിങ്ങളുടെ മനസ്സുകൊണ്ടൊന്ന് വിചാരിക്കുക. വീണുപോയാലുള്ള അവസ്ഥ ഇത് തന്നെയാണ്. വീഴാതെ കൃപയിൽ നിന്നാൽ അഭിഷക്ത ദൈവദാസന്മാർ നൽകിത്തുന്ന തിരുവചനത്തിൻ്റെ ആധികാരികതയിൽ വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്നാൽ നമുക്കൊരു കോമളത്വമുണ്ട്. ആ കോമളത്വം ഫെയർ ആൻഡ് ലവ്ലി വാരി പൊട്ടിയടിക്കുന്ന പോലെ തേച്ചതുകൊണ്ടുള്ള സൗന്ദര്യമല്ല, സൗന്ദര്യ സമ്പർദ്ദക സാധനങ്ങളുടെ ഉപയോഗത്താൽ ലഭിക്കപ്പെടുന്ന കോമളത്വമല്ല, പകരം കൃപ നമ്മെ മേക്കപ്പ് ചെയ്യുകയാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? നിങ്ങളുടെ അഭിഷക്ത ദൈവദാസന്മാർ ഞായറാഴ്ചകൾ തോറും നൽകിത്തരുന്ന പ്രബോധനങ്ങൾ, അത് സങ്കീർത്തനത്തിൽ നിന്നാകാം, അല്ലാതെയുമാകാം. അതിന് തൊട്ട് മുമ്പ് ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ദൈർഘ്യമുള്ള സൺഡേ സ്കൂളിൽ നിങ്ങളെ വട്ടം വിളിച്ചിരുത്തി ഇങ്ങനെ കൈനീട്ടിയാൽ തൊടാവുന്ന പരുവത്തിലൊരു ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ച വേദചിന്തകളെല്ലാം നിങ്ങളെ മേക്കപ്പ് ചെയ്യുകയാണ്. ആ മേക്കപ്പിൽ നിങ്ങൾക്കൊരു കോമളത്വം ലഭിക്കപ്പെടും. പക്ഷേ ജഡത്തിൻ്റെ വികാര വിക്ഷോഭങ്ങളുടെ മുമ്പിൽ അതിനെ പണയപ്പെടുത്തിയാൽ ആ കോമളത്വം മാറി നിങ്ങൾ കോമാളികളായി മാറും. വല്ലാത്തൊരവസ്ഥയിലേക്ക് അതപ്പതിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം, തീവ്ര ശ്രമമാണ് ഈ യൂത്ത് ക്യാമ്പ് എന്നും കൂടെ അറിയണം. അത്രയും പറഞ്ഞതുകൊണ്ട് ഒരു ചിന്ത കൂടെ വരാം, വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഒരു നോട്ടും കൂടെ നിങ്ങൾ എഴുതൂ. യൂത്ത് ക്യാമ്പ്, അതിൻ്റെ പ്രസക്തി. യൂത്ത് ക്യാമ്പ്, അതിൻ്റെ പ്രസക്തി അതറിയാതെ പോകരുത്. ഒരവധി ദിവസം കിട്ടിയപ്പം ഇങ്ങനെ ഒരു ക്യാമ്പ് വെച്ച് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. വല്ല പൊന്മുടിയിലോ കോവളത്തോ ഒക്കെ പോകേണ്ടതായിരുന്നു. കന്യാകുമാരിയിലൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നു. അന്നേരം യൂത്ത് ക്യാമ്പ്, എന്നെ ഇടപാടാ. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതിനകത്ത് പുള്ളികളുണ്ട്, കൈയൊന്നും പൊക്കണ്ട. അന്നേരം അവധിയുമായിട്ട് കൂട്ടുകാരുടെ കൂടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അന്നേരം യൂത്ത് ക്യാമ്പ്. ഓക്കെ, ക്യാമ്പിന് വന്നേ പറ്റുമെന്ന് പാസ് കണ്ണുരുട്ടിയപ്പോൾ പിന്നെ വരാതിരിക്കാൻ പറ്റത്തുമില്ല. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഇവിടെ വന്ന പുള്ളികളുണ്ട്. അപ്പോൾ യൂത്ത് ക്യാമ്പിൻ്റെ പ്രസക്തി എന്താണെന്നറിയണം, നിങ്ങളറിയണം ആദ്യമേ. ഓക്കെ, 2 വാക്യങ്ങൾ ഞാൻ തരാം. പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം, പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം. യൂത്ത് ക്യാമ്പിൻ്റെ പ്രസക്തി അറിയാൻ പഴയ നിയമത്തിൽ വാക്യം എഴുതണം. ന്യായാധിപന്മാർ 2:10 വാക്യം. ന്യായാധിപന്മാർ 2:10. സമയക്കുറവ് കൊണ്ടാണ് നിങ്ങളെ ഞാൻ എഴുതിപ്പിക്കുന്നത്. കുഴപ്പമില്ലല്ലോ, എഴുതുന്ന സന്തോഷമാണല്ലോ. ഓക്കെ, ന്യായാധിപന്മാർ 2:10 പറയുന്നു, പിന്നെ ആ തലമുറയൊക്കെയും മരിച്ചു. അതായത് തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. ദൈവത്തെയും ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്ത പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. അനദർ ജനറേഷൻ ഉണ്ടോ? ന്യായാധിപന്മാർ 2:10 എന്ന് പറയുന്നത് ബഹുമാന്യ സാറ് KC തോമസ് സാർ പറഞ്ഞ ഇസ്രായേലിന്റെ ചരിത്രം സംക്ഷിപ്തമായി അദ്ദേഹം നമുക്ക് നൽകി തന്നല്ലോ. വീണുപോയി, മരുഭൂമിയിൽ പട്ടുപോയി, ദൈവം തള്ളിയിട്ട് കൊന്നുകളഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള ജനതയും കൊണ്ട് വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ചു. എലിക തിരിച്ച് 12 ഗോത്രങ്ങൾക്കും കൊടുത്തു ഭൂമിക. പക്ഷേ പിതാക്കന്മാർക്ക് മാതാക്കൾക്ക് കൈമോശം വന്നൊരു കാര്യം, തലമുറയോട് സത്യദൈവത്തെക്കുറിച്ചും സത്യദൈവത്തിൻ്റെ സനാതന വചനത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ, അവരെ അതിനകത്ത് പരിചരിപ്പിക്കാൻ അവർക്ക് കഴിയാതെ പോയതുകൊണ്ട് രൂപപ്പെട്ട ഒരു തലമുറയാണ് വേറൊരു തലമുറ, അനദർ ജനറേഷൻ. 2 കാര്യം അവർക്കറിയില്ല. ഏതാ 2 കാര്യം അറിയാത്ത? 1 സത്യദൈവത്തെ, 2 ആ ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്ത പ്രവർത്തികളെയും അറിയാത്തൊരു തലമുറ. 2:10 ന്യായാധിപന്മാർ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ പേക്ഷനടക്കമുള്ള ബഹുമാന്യ ദൈവദാസന്മാർ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? ആ വേറൊരു തലമുറയിൽ നിങ്ങളാരും പെട്ടുപോകരുത്. നമ്മുടെ പിതാക്കന്മാരെ മാതാക്കളെ വഴി നടത്തിക്കൊണ്ടുവന്ന മഹാദൈവമുണ്ട്. ശക്തിയും ബലവും യശസ്സും മഹിമയും പരമാധികാരം, സർവശക്തിത്വം, സർവജ്ഞാനം, സർവവ്യാപിത്വം, നിത്യത്വം, മഹോന്നതത്വം ഒക്കെ തനിക്ക് മാത്രമുള്ള തനത് ഗുണവിശേഷങ്ങളോടുകൂടി കഴിയുന്നൊരു മഹാദൈവത്തെ
നമ്മുടെ വല്യപ്പച്ചന്മാർ കണ്ടു, വല്യമ്മച്ചിമാർ കണ്ടു, അവർക്കാർക്കും തെറ്റുപറ്റിയിട്ടില്ല. ആ ദൈവത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുവാൻ, നിങ്ങളെ വേറൊരു തലമുറയിലേക്ക് പിശാച് അപകരിച്ചുകൊണ്ട് പോകാതിരിക്കാനുള്ള വേദോപദേശങ്ങൾ നിങ്ങളുടെ നെഞ്ചകത്തിനകത്തേക്ക് പാകി വയ്ക്കാനാണ് ഈ ക്യാമ്പ്. അതിൽ സന്തോഷിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യെസ്, അതുകൊണ്ട് ആവശ്യബോധത്തോടെ തന്നെ ഇതിനകത്തിരിക്കണം. ഇനി പുതിയ നിയമത്തിലേക്ക് ജമ്പ് ചെയ്യുകയാണ് നമ്മൾ. അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായം 40-ാം വാക്യം. യൂത്ത് ക്യാമ്പിൻ്റെ അടുത്ത പ്രസക്തി അപ്പോസ്തലരുടെ 2:40 വാക്യം. വാക്യം ഇങ്ങനെയാണ്. വാക്യം ഞാൻ തന്നെ പറഞ്ഞു പോകുന്നത് സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. നിങ്ങളൊക്കെ വായിക്കാൻ മിടുമിടുക്കുകളും മിടുമിടുക്കന്മാരുമാണെന്ന് എനിക്കറിയാം. പിന്നെ പേരൂക്കട PYP അല്ലേ, ഗംഭീരമാണ്. എങ്കിലും സമയം ലാഭിക്കാൻ വേണ്ടി ഞാനങ്ങ് പറയുകയാണ്. ഓക്കെ, അവിടെ വായിക്കുന്ന മറ്റു പല വാക്കുകളാലും അവരെ ഉപദേശിച്ചു. എന്നിട്ട് ഒടുവിൽ ഇങ്ങനെ പറയുന്നു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊള്ളുവീൻ. അപ്പൊ ഈ തലമുറയുടെ പേരെന്തോന്നാ? കമോൺ പറഞ്ഞേ. വക്രതയുള്ള തലമുറ, വക്രതയുള്ള തലമുറ. കുഞ്ഞുങ്ങളെല്ലാവരും എഴുതണം വക്രത. വാട്ട് ഇസ് ദ മീനിങ്? വക്രത. മലയാളത്തിൽ വക്രത എന്ന് പറഞ്ഞാൽ വളഞ്ഞത്, പുളഞ്ഞത്, ചൊവ്വല്ലാത്തത്, നേരല്ലാത്തത് എന്നൊക്കെയാണ് വക്രത. പക്ഷേ പത്രോസ് മലയാളം അല്ലല്ലോ പറഞ്ഞേ. പത്രോസ് ഉപയോഗിച്ചത് ശുദ്ധമായ ഗ്രീക്ക് ഭാഷയാണ്. ഗ്രീക്ക് ഭാഷയാണ് പത്രോസിൻ്റെ. ആ ഭാഷയിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന പദം സ്കോലിയാസിസ്. കുറിച്ചോണം. സ്കോലി, SKOLI, സ്കോലി, SKOLI, സ്കോലി. യാസിസ്, YASIS, സ്കോലിയാസിസ്. സ്കോലിയാസിസ് ഒന്ന് പറഞ്ഞേ. ഓ, നിങ്ങൾക്ക് ശബ്ദമൊന്നുമില്ല. സ്കോലിയാസിസ് എന്നാണ്. SKOLI, സ്കോലിയാസിസ്, YASIS, സ്കോലിയാസിസ്. സ്കോലിയാസിസ് എന്ന വാക്കിന്റെ അർത്ഥം പഠിക്കണം. നിങ്ങൾ സ്കോലിയാസിസിലേക്ക് പോകാതിരിക്കേണ്ടതിന്, നിങ്ങൾ സ്കോലിയാസിസിന്റെ ഭാഗമാകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ യൂത്ത് ക്യാമ്പ്. അപ്പൊ സ്കോലിയാസിസ് എന്താണ്? സ്കോലിയാസിസ് എന്ന വാക്കിന് 1, 2, 3 അർത്ഥമുണ്ട്. ഒന്ന്, കഴുകിയെടുത്താലും പ്രയോജനപ്രദമല്ലാതെ അശുദ്ധമായി പോയത്. കഴുകിയെടുത്താലും ഗുണമില്ലാത്ത വിധം അശുദ്ധമായി പോയത്, അതാണ് സ്കോലിയാസിസ്. കഴുകിയെടുത്താലും കൊള്ളത്തില്ല. ചിലതൊക്കെ തറ വീണ് കഴുകിയെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ആണോ? ആൻറ്റിമാർ പറ, മമ്മിമാരൊക്കെ ഉണ്ടല്ലോ. ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോയി, അന്യായ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ താഴെ പോയി, കൂട് പൊട്ടി. എന്തോ ചെയ്യാം? നമുക്ക് നമ്മുടെ മുറ്റത്താ, നമ്മുടെ അടുക്കളയില, നമ്മുടെ സ്ഥലത്താ വീണതെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഈ വീണ വില കൂടിയ ഈ ആപ്പിൾ ഉരുണ്ടങ്ങ് ക്ലോസറ്റിലേക്ക് പോയി, എന്തോ ചെയ്യും? വെള്ളം ഒഴിച്ച് ഫ്ലഷ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് പോകത്തല്ലോ, വലുതാണ്. അപ്പോൾ പിന്നെ എന്തോ ചെയ്യാം? തിരിച്ചെടുത്തേ പറ്റത്തുള്ളൂ. തിരിച്ചെടുത്ത് കഴുകി തന്നാൽ വേണോ? വേണ്ടെന്നൊന്നും പറയരുത്. കിലോയ്ക്ക് 700 രൂപയാണ് ഓസ്ട്രേലിയൻ ആപ്പിള്. വേണ്ടെന്ന് ചുമ്മാ കയറി പറയാതെ. കൊടുത്തത് എത്ര രൂപയാണ്? 700 രൂപ. വേണോ? സാനിറ്റൈസർ ഇട്ട് കഴുകി തരാം. വേണോ? ചൂടുവെള്ളത്തിൽ കഴുകി തരാം. വേണ്ടെന്നാ പറയുന്നത്. ഇവരെന്തോ പറയുന്നു? അവർ വേണ്ടെന്നോ? നിങ്ങളെന്തോ പറയുന്നു? വേണ്ട. എന്താ വേണ്ടാത്തത്? 700 അല്ല, ഇനി 7000 എന്ന് പറഞ്ഞാലും വേണ്ട. എന്തുകൊണ്ട്? കഴുകിയെടുത്താലും കൊള്ളത്തില്ല. ഇതേപോലെ അശുദ്ധമായി പോകുന്ന യുവതലമുറയുണ്ട്. കൊടൈക്കനാലിലും ഊട്ടിയിലും നീലഗിരിയിലും അവിടെ ഇവിടെയൊക്കെ പോയി ആരാണ്ടരുടെ കൂടെ ആഴ്ചകളോളം നിന്നു. അവിടുന്ന് പിന്നെ പിടിച്ചോണ്ട് വന്നിട്ട് പള്ളിക്കകത്ത് വെച്ച് ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ എന്ന് പറഞ്ഞ് കല്യാണം നടത്തി വേറൊരുത്തൻ്റെ പടലിക്കോട്ട് വെച്ച് കൊടുത്തു. വേറൊരുത്തിയുടെ പടലിക്കോട്ട് അശുദ്ധമായി പോയതിട്ട് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുത്താൽ കൊള്ളാവോ? കൊള്ളത്തില്ല. ഇതാണ് സ്കോലിയാസിസ്. കഴുകിയെടുത്താലും പ്രയോജനമല്ലാതെ പോകുന്ന, കള്ളിനും കഞ്ചാവിനും ലഹരി പദാർത്ഥങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് ആത്മീയത പണയപ്പെടുത്തി അമ്മ തലയിലണിഞ്ഞ ശിരോവസ്ത്രം മറന്നുപോയ മോള്, ദൈവദാസന്മാർക്ക് വിളമ്പുവാൻ വേണ്ടി വളരെ ശക്തമായി നിന്ന അപ്പൻ്റെ സൽക്കാരപ്രിയം മറന്നുപോയ മോൻ, മെഡിസിന് പഠിച്ചു കഴിഞ്ഞപ്പോൾ, കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞപ്പം, എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ, പെന്തക്കോസ്ത് അവജ്ഞയോടെ കണ്ട പിള്ളേര് ഇവനെ തിരിച്ചു കൊണ്ടുവന്ന് ഇന്നീ മംഗല്യം ശോഭിച്ചാൽ വല്ല ഗുണമുണ്ടോ? അതാ പറഞ്ഞത്, കഴുകിയെടുത്താലും പ്രയോജനമില്ലാത്ത വിധം അശുദ്ധമായി പോയത്. രണ്ടാമതൊരർത്ഥം കേട്ടോണേ, അഴിച്ചെടുക്കുവാനാവാത്ത വിധം കുരുങ്ങിപ്പോയത്. അതാണ് സ്കോലിയാസിസ്. അഴിച്ചെടുക്കുവാനാവാത്ത വിധം കുരുങ്ങിപ്പോയത്. കുറിച്ചോണേ. നോട്ട്ബുക്ക് ഞാൻ നോക്കേ, കണ്ണാടി കുറിക്ക്. ഓക്കെ. അഴിച്ചെടുക്കുവാനാവാത്ത വിധം കുരുങ്ങിപ്പോയത്.
ചില കുരുക്കുകളൊക്കെ നമുക്ക് അഴിച്ചെടുക്കാം, ചിലത് അഴിക്കും തോറും പിന്നെ എന്തോ ചെയ്യും, കുരുങ്ങും. പത്തനാപുരത്തൊക്കെ ഞങ്ങൾ അപ്പച്ചന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, കൂനാങ്കുരുക്ക്. അങ്ങനെ അറിയാമോ? തിരുവനന്തപുരത്ത് അറിയാമോ? അത് ഉണ്ട് ഇവിടെ. കൂനാങ്കുരുക്ക് എന്നൊരു പദമുണ്ട്. കൂനാങ്കുരുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ കുരുക്ക് അഴിക്കുമ്പോഴും പിന്നെ എന്തോ ചെയ്തുകൊണ്ടിരിക്കും, കുരുങ്ങിക്കൊണ്ടായിരിക്കും, അഴിച്ചെടുക്കാനാവത്തില്ല. എന്ന് പറഞ്ഞ പോലെ യുവതലമുറ കുരുക്കിൽപ്പെട്ടു പോകുന്നു. പ്രണയം ഒരു കുരുക്കായി മാറുന്നു ചിലർക്ക്, ലഹരി ഒരു കുരുക്കായി മാറുന്നു ചിലർക്ക്, അമിത ഭക്ഷണം കുരുക്കായി മാറുന്നു. വീട്ടിൽ മമ്മി എന്നെ ഉണ്ടാക്കി വെച്ചാൽ തട്ടുകടയിൽ പോയി കഴിച്ചില്ലെങ്കിൽ അവന് ശരിയാകത്തില്ല. അതൊരു കുരുക്ക, അതിനകത്തൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. മനസ്സിലായോ? അൽഫാൻ, കുഴിമന്തി. മോനെ, കുഴിമന്തി എന്നൊക്കെ പറയുന്നത് നിനക്ക് വേണ്ടിയുള്ള കുഴി വേഗം മാന്താനുള്ള ഇടപാടാണ്. വീട്ടിൽ മമ്മി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റി ഫുഡ്, ഹൈജനിക്. അതാണ്. ആഴ്ചയിൽ ഒരിക്കൽ പോലും കുളിക്കാത്ത ബംഗാളി ഉണ്ടാക്കുന്ന എന്നോ ടേസ്റ്റോടെ കഴിക്കുന്നതെന്നറിയാം. അതുകൊണ്ട് ഓർത്തോണം, അമിത ഭക്ഷണത്തിൽ കുരുങ്ങിപ്പോയ പിള്ളേർ, അതാണ് ഈ സ്കോലിയാസിസ്. കുരുങ്ങിപ്പോവുക, അഴിച്ചെടുക്കാനാവത്തില്ല. വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, അതിൽ കുരുങ്ങിക്കിടക്കുകയാണ്. കണ്ണ് തുറന്ന് ഉണർന്ന് നോക്കുമ്പോഴേ മൊബൈൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ തപ്പിക്കൊണ്ട് വരുന്ന. കട്ടൻ കാപ്പി അവന് വേണ്ട, ആരാ കൂടെ ഉണ്ടായിരുന്നെന്ന് വേണ്ട, പപ്പയും മമ്മിയുടെ മുഖത്ത് നോക്കുന്നില്ല. അവരെന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ വ്യഞ്ജനാക്ഷരം കൊണ്ട് മറുപടിയില്ല, സ്വരാക്ഷരമാണ് എന്ന് പറഞ്ഞാൽ അറിയാം. നീ അറിഞ്ഞായിരുന്നോ? നീ പോന്നോ മോനെ? ഓ. ആയും ഈ ഓയും അല്ലാതെ വേറെ വ്യഞ്ജനാക്ഷരത്തിൻ്റെ ഒരു ഉത്തരമില്ലാതെ പോകുന്നൊരിടപാട്. കുരുങ്ങിക്കിടക്കുക ഇതിനകത്ത്. സാമ്പത്തിക കെണിയിൽ കുരുങ്ങിക്കിടക്കുന്ന പിള്ളേരുണ്ട്, കടക്കെണിയിൽ കുരുങ്ങിപ്പോയത്. മൊബൈലിനകത്ത് ഏതാണ്ടൊക്കെ കളിച്ച് കടം വാങ്ങിച്ച് കളിച്ച് പിന്നെ ആകപ്പാടെ കുരുക്കായി നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക. എവിടെ രക്ഷപ്പെടാനാ? പോലീസ് പുറകെയുണ്ട്. അപ്പോൾ അഴിച്ചെടുക്കുവാനാവാത്ത വിധം കുരുങ്ങിപ്പോയത്, അതാണ് സ്കോലിയാസിസ്. മനസ്സിലായോ? അടുത്തത് നിവർത്താനാവാത്ത വിധം വളഞ്ഞുപോയത്. നിവർത്താനാവാത്ത വിധം വളഞ്ഞുപോയത്, ഇതാണ് സ്കോലിയാസിസ്. ഇതാണ് പത്രോസ് ഉപയോഗിക്കുന്ന വക്രത. ഇങ്ങനെ അർത്ഥങ്ങൾ നിരവധിയുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഏറ്റവും പ്രസക്തമായ 3 മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നൽകുക. ഒരെണ്ണം കൂടി എഴുതിക്കോ വേണമെങ്കിൽ. ഉപയോഗപ്രദമല്ലാത്ത വിധം മലിനമായി പോയ പാത്രം. ഉപയോഗപ്രദമല്ലാത്ത വിധം ഉപയോഗിക്കാൻ പറ്റില്ല. ചളുങ്ങിപ്പോയത് വേണമെങ്കിൽ നിവർത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വക്ക് പൊട്ടിപ്പോയതിനെ വേറെ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഇത് പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്രയോജന പാത്രം എടുത്തോടെ കളയാനല്ലാതെ പറ്റില്ല. മെച്ചമായിരുന്നു, വാങ്ങിച്ചപ്പോൾ എന്നെ മെച്ചമായിരുന്നു. ഇപ്പം പിന്നെ എന്തിനു കൊള്ളാം? തമിഴ്നാട്ടിൽ നിന്ന് തമ്പി വരും, പഴയ പാത്രങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു വരും. അവന് കൊടുക്കാൻ കൊള്ളാം, ആക്രിക്ക് കൊടുക്കാൻ കൊള്ളാം. അതുപോലെ പഴകിപ്പോയി, അതുപോലെ തകർന്നുപോയി വ്യക്തിത്വം, അതുപോലെ തകർന്നുപോയി ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ. ഇതാണ് സ്കോലിയാസിസ്. ഓക്കെ, അപ്പം നമ്മുടെ യൂത്ത് ക്യാമ്പിൻ്റെ പ്രസക്തിയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, എന്താ? വേറൊരു തലമുറയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? ദൈവത്തെയും ദൈവം ചെയ്ത പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയിലേക്ക് നിങ്ങൾ പോകരുത്. അനദർ ജനറേഷനിലേക്ക് പോകരുത്. രണ്ടാമത്തെ ഉദ്ദേശമെന്ന് പറയുന്നത് വക്രതയുടെ തലമുറയിലേക്ക് നിങ്ങളായി പോകരുത്. ഈ 2 ഉദ്ദേശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഏറിയ നാളുകളായി പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ഈ ഒരു അവധി ദിവസം നോക്കിയിരുന്ന് നിങ്ങളെ ഇവിടെ കൂട്ടിയത്. സന്തോഷമുണ്ടെങ്കിൽ ഇനിയൊരു ഹല്ലേലൂയ പറ. വെരി ഗുഡ്. നമ്മുടെ തീം വാക്യത്തിലേക്കും കൂടെ ഞാൻ വരാം. അതിനെ പരാമർശിക്കണമല്ലോ. തീമിലേക്കും കൂടെ വന്നിട്ട് ഞാൻ വായിച്ച വാക്യവുമായി ബന്ധപ്പെട്ട ആലോചനകളെ നൽകിത്തരാം. വീഴാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം. അപ്പം തീമിലേക്കും കൂടെ ഞാൻ വരുന്നു. എബ്രായ ലേഖനം 10:26. എബ്രായ ലേഖനം 10:26, 27 വാക്യങ്ങളാണല്ലോ തീമായിട്ട് നൽകി. കർത്താവിന്റെ ദാസൻ അത് വായിച്ച് കേൾപ്പിച്ചു. ദൈവദാസന്മാർ പലരും അത് നമുക്കവിടെ പരാമർശിക്കുകയുണ്ടായി. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം. കേട്ടത് ആവർത്തിക്കുന്നില്ല ഞാൻ. അതുകൊണ്ട് ആ ഭാഗത്ത് ഒരു വിശേഷ ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, പരമാർത്ഥ മനസ്സിലേക്ക് തരിക. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, അപ്പം പരിജ്ഞാനം പ്രാപിച്ചിട്ട് അതിൽ നിന്ന് പോകുന്നതാണ് വീണുപോകുക എന്ന് പറയും. എന്തോ പ്രാപിച്ചിട്ട്? പരിജ്ഞാനം. എന്താണ് പരിജ്ഞാനം? പരിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അറിവല്ല, വെറും അറിവല്ല, ഡിവൈൻ നോളജാണ് പരിജ്ഞാനം. ജ്ഞാനത്തിനും അറിവിനും എല്ലാം അപ്പുറമായിട്ട് ഡിവൈൻ നോളജ്, പരമമായ ജ്ഞാനം, അതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. പരമമായ ജ്ഞാനം, മറ്റൊന്നിനോട് തുലനപ്പെടുത്തുവാനാവാത്ത വിധമുള്ള ആ അറിവിൻ്റെ അപാരത, അതാണ് പരിജ്ഞാനം. എഴുതുന്നുണ്ടോ കുഞ്ഞുങ്ങൾ? പരിജ്ഞാനം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ?
പരമമായ ജ്ഞാനം. അങ്ങനെയാണെങ്കിൽ അതിന് അല്പം കൂടെ ലളിതമായൊരു കാര്യം തരാം. പരമൻ നൽകുന്ന ജ്ഞാനം. ആരാണ് പരമൻ? ദൈവമാണ്, അത്യുന്നതനായ ദൈവം. അപ്പോൾ ആ ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെടുന്ന ജ്ഞാനത്തെ കലാലയങ്ങളിൽ നിന്നല്ല, അഭ്യസ്തവിദ്യരായിരിക്കുന്ന വിദ്വാൻമാരിൽ നിന്ന് ലഭിക്കപ്പെടുന്നതല്ല, പുസ്തകത്തിൻ്റെ ശവപ്പറമ്പെന്ന് വിശേഷിപ്പിക്കുന്ന ലൈബ്രറിയുടെ അകത്തളങ്ങളിൽ തപസ്സനുഷ്ഠിക്കുന്നവനിലേക്ക് വ്യാപരിക്കപ്പെടുന്നതോ സന്നിവേശിക്കപ്പെടുന്നതോ ആയ അറിവല്ല. പിന്നെ ആര് തരുന്ന അറിവാ? കമോൺ പറ. കാത്തിരിപ്യോധന പ്രസംഗം കേൾക്കാൻ ഇരിക്കുകയല്ല, ക്ലാസ് ആയത്, ചോദ്യം ഉത്തരവൊക്കെ ഉണ്ടാവും. അപ്പം പ്രതികരിക്കണം എന്നോട്. ആര് തരുന്നതാ? ദൈവം, അത്യുന്നതനായ ദൈവം തരുന്നതാണ്. മോനെ, പുസ്തകം ഒത്തിരി വായിച്ച് തള്ളിയിട്ടുണ്ട്, അതിലൂടെ ഒത്തിരി അറിവുകൾ ലഭിക്കപ്പെട്ടിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ലത് തന്നെ. പക്ഷേ പരിജ്ഞാനം കിട്ടണമെങ്കിൽ ആര് തരണം അത്? അങ്ങനെയാണെങ്കിൽ ഒരു ഹെഡിങ് എഴുതിക്കോ, സൈഡ് ഹെഡിങ്, വിവിധ തരം പരിജ്ഞാനങ്ങൾ. നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത, തെറ്റിപ്പോകാത്ത, പ്രാപിക്കേണ്ടതും പ്രാപിച്ചാൽ ഒരിക്കലും അന്യാധീനപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വീണു പോകാതെ നാം സൂക്ഷിക്കേണ്ട കുറെ പരിജ്ഞാനങ്ങളെ അങ്ങോട്ട് തരാം. 1 2 3 4 5 എന്നങ്ങോട്ട് എഴുതണം. എബ്രായ ലേഖനം 10:26 സത്യത്തിൻ്റെ പരിജ്ഞാനമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ വേദപുസ്തക വീക്ഷണത്തിൽ പരിജ്ഞാനങ്ങൾ പലതാണ്. ആ പരിജ്ഞാനങ്ങളെല്ലാം പ്രാപിച്ചാൽ മതി, പ്രാപിക്കേണ്ടതുപോലെ നാം വീഴത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ? വേദപുസ്തകം അനുശാസിക്കുന്ന പരിജ്ഞാനങ്ങളെ പ്രാപിക്കാൻ കുഞ്ഞുങ്ങൾ തയ്യാറാകണം, യൂത്ത് തയ്യാറാകണം. മനസ്സിലായില്ലേ? ഈ 12 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്ര വലിയ കാര്യമൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മൾ അവരെ ഇവിടെ നിന്ന് ആക്ഷൻ സോങ്ങിലേക്ക്, കഥയിലേക്കും പാട്ടിലേക്കും ഒക്കെ മാറ്റിയത്. അവിടോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ടോ? ചിലർ ഇവിടെ ഇരിക്കുന്നെങ്കിലും മനസ്സൊക്കെ അവിടെ തന്നെയാണ്. അയ്യോ, ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗൗരവമാണ്. 13 മുതലാണ് ടീനേജ് തുടങ്ങുന്നത്. അപ്പോൾ ടീനേജുകാരും യൂത്തിനെ എല്ലാം കൂടെ ഒരുമിച്ചാക്കുന്നതാണ് ഈ ഒരു വേർതിരിവ്. സംഘാടകരുടെ ആ നല്ല വിഭജന വീക്ഷണം ശ്ലാഘനീയമാണ്. 13 മുതലാണ് എന്തോ തുടങ്ങുന്നത്? ടീനേജ്. 13 മുതൽ എത്ര വരെ? 13 മുതൽ എത്ര വരെ? 19 വരെ. 13 മുതൽ 19 വരെയാണ് ടീനേജ്. എന്താ അങ്ങനെ പറയാൻ കാരണം? മോനെ, 13 മുതൽ 19 വരെ ടീനേജ് എന്ന് പറയാൻ കാരണം എന്താ? ടീൻ സൗണ്ടാ മാഷേ. 13, 14, 15, 16, 17, 18, 19. അപ്പം 13 മുതലാണ് ടീൻ സൗണ്ട് തുടങ്ങുക. എവിടം വരെ ഉണ്ടത്? 19 വരെയുണ്ട്. അപ്പം ടീൻ തുടങ്ങി ഒടുങ്ങുന്നത് വരെയുള്ള ആ കാലഘട്ടത്തെയാണ് എന്തോ വിളിക്കുക? ടീനേജ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം പിന്നെ 20 മുതൽ എന്തോ തുടങ്ങി? യൂത്ത് തുടങ്ങി. യൂത്ത് എപ്പോഴാണ് തീരുന്നതെന്ന് പറയണ്ടേ, ചിലക്കൊക്കെ വിഷമമായി പോവാത്. ഓക്കെ. 40 തീരുന്നെന്ന് പറഞ്ഞാൽ 41കാരൻ സമ്മതിക്കുമോ? വയസ്സനാന്ന് സമ്മതിക്കത്തില്ല. നമുക്ക് മലയാളിക്ക് ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റത്തില്ല. 41കാരി ആൻറ്റി സമ്മതിക്കുമോ? വയസ്സാണെന്ന് സമ്മതിക്കുമോ? സമ്മതിക്കത്തേയില്ല. അതുകൊണ്ട് മലയാളികൾ മാത്രം തട്ടിക്കൂട്ടിയ വേറൊരു സംഭവമുണ്ട്. ആകപ്പാടെ ഈ ടീനേജ് കഴിഞ്ഞ് യൂത്തിലേക്ക് പ്രവേശിക്കുക. യൂത്ത് കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യം. അപ്പോൾ യൂത്ത് എപ്പോൾ അവസാനിക്കുമെന്ന് പറയുമ്പം ആകപ്പാടെ പ്രശ്നമാകും. 20 മുതൽ 40 വരെ എന്നാണ് യൂത്ത് പറയുക. അപ്പം 40 കഴിഞ്ഞാൽ പിന്നെ ഉടനെ വാർദ്ധക്യത്തിൽ എത്തിയെന്ന് മലയാളിക്ക് സമ്മതിക്കാതിരിക്കാൻ ലോകത്തിലെങ്ങും ഇല്ലാത്ത ഒരു പ്രത്യേക വിഭാഗം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മധ്യവയസ്കർ. കേട്ടിട്ടുണ്ടല്ലോ? പുള്ളി യുവാവാണോ? യുവാവല്ല. പിന്നെ വയസ്സനാണോ? വയസ്സനും അല്ല, യുവാവും അല്ല. പിന്നെ ആരാ? അത് ഉലകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ, മലയാളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഇടപാട്. ഓക്കെ. ഏതായാലും നമ്മുടെ പ്രായത്തെ നമ്മൾ സമ്മതിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഇരിക്കട്ടെ. 20 യൂത്ത് തുടങ്ങുന്നത്. അത് ഒടുങ്ങുന്നില്ലെന്ന് അങ്ങ് വിചാരിച്ചോ? ചിലരുടെയൊക്കെ മനസ്സിന് സന്തോഷമായിക്കോട്ടെ. യൂത്ത് തുടങ്ങിയ പിന്നെ എന്തോ ചെയ്യുന്നില്ല, അതങ്ങനെ അങ്ങോട്ട് തുടരുകയാണ്. ഒരു 10-60 വയസ്സ് വരെ യൂത്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ അറിയണം, ഈ പ്രായത്തിൽ പരിജ്ഞാനങ്ങളെ പ്രാപിക്കണം. എഴുതിക്കോ, പരിജ്ഞാനം. 1 2 3 4 എന്ന് എഴുതണം താഴേക്ക്. നിങ്ങൾ സഭായോഗത്തിനിരിക്കുമ്പോൾ, ഉപവാസപ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ, വ്യക്തിപരമായി ധ്യാനത്തിനിരിക്കുമ്പോൾ ഈ പരിജ്ഞാനങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് കരയണം. താവേ, പരിജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അതിൻ്റെ ക്രമമനുസരിച്ചിരിക്കും. 1, ദൈവപരിജ്ഞാനം. ബ്രാക്കറ്റിൽ പിതാവാം ദൈവമാണ്, ഗോഡ് ദ ഫാദർ. ദൈവപരിജ്ഞാനം വേണം, അത് പ്രാപിക്കണം. വാക്യം എഴുതിക്കണം. എഫെസ്യ ലേഖനം 1:17 വാക്യമാണ്. എഫെസ്യ ലേഖനം 1:17 ദൈവപരിജ്ഞാനത്തിൻ്റെ വാക്യമാണ്. എഫെസ്യർ 1:17 പൗലോസ് വ്യക്തമായി പറയുന്നു, പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങൾ പ്രാപിക്കേണ്ടതിന്. അപ്പം പിതാവാം ദൈവം ആരാണെന്നതിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം. അപ്പോൾ ഒന്നാമത് പ്രാപിക്കേണ്ട പരിജ്ഞാനം ഏതാ? ദൈവപരിജ്ഞാനം. ദൈവപരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തുവാ?
പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം. പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. രണ്ടാമത്തെ പരിജ്ഞാനം എഴുതിക്കോ, ക്രിസ്തു പരിജ്ഞാനമാണ്. ക്രിസ്തു പരിജ്ഞാനം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 3:8. ക്രിസ്തു പരിജ്ഞാനം. അത്രയുമല്ല എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ സകലതും ഛേദമെന്നെണ്ണുന്നു. അനാത്മികതയുടെ സകല ഇടപാടുകളെയും പിന്നിലെറിഞ്ഞുകൊണ്ട് മുൻപോട്ട് കുതിക്കാൻ കഴിയണമെങ്കിൽ നമ്മിൽ എന്തോ വ്യാപരിക്കണം? ക്രിസ്തു പരിജ്ഞാനം ഉണ്ടായേ പറ്റുള്ളൂ. ക്രിസ്തു പരിജ്ഞാനമുള്ളവർക്കാണ് ആ അനുഗ്രഹീതമായ മുന്നേറ്റമുണ്ടാകുക. അതാ പൗലോസ് പറയുന്നത്. അത്രയുമല്ല, അത് ശ്രദ്ധിക്കണം എല്ലാവരും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 7 വരെ പൗലോസ് തൻ്റെ കാസ്റ്റ് ഐഡന്റിറ്റിയാണ് പറയുക. ഞാൻ യഹൂദനാണ്, പരീശനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, 8-ാം നാൾ പരിച്ഛേദനയേറ്റവനാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട്. പക്ഷേ 8-ാം വാക്യം പറയുന്നു, അത്രയുമല്ല എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എന്നിലേക്ക് വന്നപ്പോൾ ഈ മോളിൽ പറയുന്ന സാധനമല്ല ഞാൻ എന്തോ ചെയ്തു, ഛേദമെന്നുണ്ടെന്നു. ആ വാക്യത്തെ ചിലർ തെറ്റിച്ച് പറയാറുണ്ട്. ഉപദേശന്മാർ വരെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ചപ്പെന്നും ചവറന്നു. അവിടെ ചവറന്നൊന്നുമില്ല. വേദോസത്തിൽ ചപ്പെന്നൊന്നുമില്ല. ചവറുന്നുണ്ട്, ചപ്പെന്നൊന്നുമില്ല. വേദോസത്തിൽ ഇല്ലാത്തതൊക്കെ പറഞ്ഞു നടക്കുന്ന നമ്മുടെ ഒരു ശീലമായിട്ടുണ്ട്. വേദോസത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു നടക്കാറുണ്ട്. ചപ്പെന്നും ചവറന്നു അങ്ങനെയൊന്നും അവിടെ പറയുന്നില്ല. ഞാൻ സകലതും ഛേദമെന്നെണ്ണുന്നു എന്നാണ് പൗലോസിൻ്റെ ഭാഷ്യം. ഓക്കെ, മനസ്സിലാകണം. അപ്പൊ ക്രിസ്തു പരിജ്ഞാനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ പരിജ്ഞാനം അതാ. മൂന്നാമത്തേത് എഴുതിക്കോ, ആത്മപരിജ്ഞാനം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. പരിജ്ഞാനം എന്നൊരു പദമില്ല, പക്ഷെ അതിന് സമാനമായ അർത്ഥം അതിനകത്തുണ്ട്. വാക്യം എഫേസർ 1:19. വേഗം എഴുതണം. എഫേസർ 1:19. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അറിയുക എന്ന് പറഞ്ഞാൽ ആ അറിവ് നിങ്ങൾ പ്രാപിക്കേണ്ടതിന്. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കപ്പെടണം. വാക്യം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അപ്പൊ പിന്നെ എളുപ്പമാണല്ലോ. എഫേസർ 1:19 വാക്യം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയണം. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല. മുമ്പേ കർത്താവിന്റെ ദാസൻ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നവരാണ് വീണു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് വിശദീകരണം ഇവിടെ നൽകി തന്നു. 7 പോയിന്റുകൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നഷ്ടപ്പെടാനുള്ള കാരണം കുറിച്ചായിരുന്നോ? 7 പോയിന്റ്. കുറിച്ചവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആഴമേറിയ അവബോധം, അതാണ് പരിശുദ്ധാത്മ പരിജ്ഞാനം. എഫേസർ 1:19 വാക്യം. ഗുഡ്. അടുത്ത 4-മത്തെ എഴുതിക്കൂ, വചനപരിജ്ഞാനം. അത്യുന്നതനായ ദൈവത്തിൻ്റെ സനാതന വചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. വചനപരിജ്ഞാനം അതാണ് സത്യത്തിൽ എബ്രായ ലേഖനം 10:26 വാക്യം. സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് വചനപരിജ്ഞാനമാണ്. വചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനമെന്ന് എബ്രായർ 10:26 പറയുന്നത് വചനപരിജ്ഞാനമാണ്. അത് വചനമാണെന്നുള്ളത് അറിയണമെങ്കിൽ യോഹന്നാൻ 17:17 കൂടെ നിങ്ങൾ ബ്രാക്കറ്റിൽ കുറിച്ചു. യോഹന്നാൻ 17:17. സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനം സത്യമാകുന്നുവല്ലോ. അപ്പോൾ വചനത്തെ സത്യമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ വചനപരിജ്ഞാനമാണ്. അപ്പോൾ യുവതിവാക്കന്മാരെല്ലാവരും എന്തോ പ്രാപിക്കണം? കമോൺ, എന്തോ പ്രാപിക്കണം? വചനപരിജ്ഞാനം. സൺഡേ സ്കൂളിൽ നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന വചനം മറന്നു പോകരുത്. സഭായോഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന വചനം മറന്നു പോകരുത്. കുഞ്ഞുങ്ങളോടെല്ലാം ഞാൻ ശുപാർശ ചെയ്യാം, നിങ്ങളുടെ കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ടാകണം എപ്പോഴും. ഈ ക്യാമ്പിൽ വരുമ്പോൾ മാത്രമല്ല, സഭായോഗത്തിന് വരുമ്പോഴും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും കൺവെൻഷന് പോകുമ്പോഴും നിങ്ങളുടെ ഒരു വർക്ക് ബുക്ക് കയ്യിലുണ്ടാകണം, ബൈബിളിനോട് ചേർന്ന്. കേൾക്കുന്നതെല്ലാം കുറിച്ചെടുക്കണം. അങ്ങനെ കുറിച്ചെടുക്കുന്നതിനെ നിങ്ങൾ പഠിക്കണം. സമയമില്ലെങ്കിൽ ഒരു അനുഭവം ഞാൻ പറയട്ടെ. എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ചലഞ്ചാകാൻ വേണ്ടി പറയാം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അന്ന് ഞങ്ങളുടെ ചർച്ചിൽ കൺവെൻഷൻ നടക്കുക. അന്ന് പ്രസംഗിക്കുന്നത് ഞായറാഴ്ചയാണ്. 4 ദിവസമായി കൺവെൻഷൻ നടക്കുക. 4-മത്തെ ദിവസം പ്രസംഗിക്കുന്നത് എം.ഇ. ചാക്കോ സാറാണ്. എരൂപേരൂർ എം.ഇ. ചാക്കോ സാർ. എം.ഇ. ചാക്കോ സാറ് എല്ലാ വർഷവും ഞങ്ങളുടെ കൺവെൻഷൻ വരാറുണ്ട്. അദ്ദേഹം വരുന്നൊന്ന് ഭയങ്കര ആളാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കസേരയൊക്കെ ഇട്ട് ഞങ്ങൾ സൺഡേ സ്കൂളിൽ പിള്ളേരെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ പന്തൽ ക്ലിയർ ചെയ്യുന്നു, കസേര തുടയ്ക്കുന്നു, അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൻ്റെ മൂപ്പൻ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, എബിങ് വന്നേ. ഞാൻ ഓടി അങ്ങോട്ട് ചെന്നു. 7ാം ക്ലാസ്സുകാരൻ്റെ അന്നേരത്തെ വണ്ണവും വലിപ്പമൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. ഓടിച്ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മുടെ പ്രസംഗകൻ എം.ഇ. ചാക്കോ സാർ ഇപ്പോൾ വരും. കാറ് നമ്മുടെ ഇവിടം വരെ വരത്തില്ല, അവിടെ റോഡടയ്ക്ക് പൊളിഞ്ഞു കിടക്കില്ലേ. മോൻ ആ റോഡിൽ പോയി നിൽക്കണം. ഒരു വെളുത്ത അംബാസഡർ കാറാണ് അദ്ദേഹത്തിൻ്റെ, മാർക്ക് 4 അംബാസഡർ. ആ കാറ് വരുമ്പം കൈ കാണിച്ച് നിർത്തിയിട്ട് തൊട്ടടുത്ത ആ വീട്ടിൽ വയലിറക്കത്തെ വീട്ടിലോട്ട് കാറ് കയറ്റിയിട്ടിട്ട് സാറിനെ മോനിങ്ങോട്ട് നടത്തിക്കൊണ്ടുവരണം, കൂട്ടിക്കൊണ്ടുവരണം. അപ്പം പ്രസംഗകന് വഴി കാട്ടാൻ
എനിക്ക് അവസരം കിട്ടിയതോ ആരോടും പറയാതെ, കൂട്ടുകാരോടും ആരോടും പറയാതെ ഞാൻ നേരെ ഓടി അവിടെ ചെന്ന് ട്രാഫിക് പോലീസിനെ പോലെ റോഡിൻ്റെ നടുക്ക് കയറി ഇങ്ങനെ നിൽക്കുക. ഞങ്ങളുടെ അവിടെ ആ കാലത്ത് 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും വണ്ടിയും വെള്ളമൊന്നും വരുന്നതല്ല, വല്ലപ്പോഴും ഒരു കാറ് വന്നാലായി അത്ര. ഇന്ന് ഭയങ്കര തിരക്കായിട്ട് അവിടെ. അപ്പം ഞാനിങ്ങനെ കയറി നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു പോകും, ഒരു വെള്ള മാർക്ക് ഫോർ അംബാസഡർ വരികയാണ്. മുൻപിൽ ഇങ്ങനെ ചാരി ഉറങ്ങുകയാണ് എം വി ചാക്കോ സാർ. അപ്പം ഞാനിങ്ങനെ മുമ്പിൽ കയറി നിന്നപ്പോൾ ഓടിച്ചുകൊണ്ട് വന്ന ഡ്രൈവർക്ക് ഒരു സംശയം, ഇതേതാ ഒരു പീക്കറി പയ്യൻ സാറിൻ്റെ വണ്ടിയുടെ മുമ്പിൽ കയറി നിൽക്കുന്നു, ഇവനേതാ എന്നുള്ള ആശയം കൂടെ. ഞാനിങ്ങനെ കൈ കാണിച്ച് അദ്ദേഹത്തോട് കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ ഓടി ഡ്രൈവർ എടുക്കി ചെന്നിട്ട് പറഞ്ഞു, സാറേ വണ്ടി അങ്ങോട്ട് കയറി ചെല്ലത്തില്ല, അതുകൊണ്ട് വണ്ടി ആ വീടിൻ്റെ മുറ്റത്തോട്ട് ഇട്ടിട്ട് സാറിനെ കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ എന്നെ വിട്ടതാന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ. അപ്പോൾ സാറിനെ വിളിച്ചുണർത്തി, സാറേ വണ്ടി അങ്ങോട്ട് പോകത്തില്ല, കുഞ്ഞിൻ്റെ കൂടെ അങ്ങോട്ട് പോകും, ഞാൻ വണ്ടി ഇട്ടിട്ട് അങ്ങ് വന്നേക്കാന്ന് പറഞ്ഞു. അദ്ദേഹം ഇറങ്ങി എന്നെ ഒന്ന് അടിമുടി നോക്കി എന്നോട് പറഞ്ഞു, എടാ കുഞ്ഞേ എനിക്കൊരു 1 വടി വീഴണം, ഇച്ചിരി ക്ഷീണത്തിലാണേ ഞാൻ. അപ്പം ഞാനവിടെ ഇങ്ങനെ വട്ടം ചുറ്റി നോക്കി, അവിടെ കാണും വടി കിടപ്പുണ്ടെന്നറിയാൻ. അദ്ദേഹത്തിനോട്, എടാ മണ്ടച്ചാരെ, വടിയുടെ കാര്യമെന്ന് പറഞ്ഞത് നിന്നെ ഒന്ന് താങ്ങി എനിക്ക് അങ്ങോട്ട് നടക്കണം, എന്നോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചേർന്ന് നിന്നു. അദ്ദേഹം എൻ്റെ തോളിലേക്ക് അദ്ദേഹത്തിൻ്റെ കൈയിട്ട്, ഇടത് കൈയിട്ട് എന്നെ ഇങ്ങനെ താങ്ങി നടന്നു കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ നടക്കണം. നടക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു, കൺവെൻഷൻ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, അനുഗ്രഹമാണ്. ഇന്നലെ ആരായിരുന്നു പ്രസംഗിച്ച്? ഞാൻ പറഞ്ഞു, ഇന്നലെ കാനവച്ചൻ P.I. എബ്രഹാം. ആഹാ, എന്തായിരുന്നു വിഷയം? ഞാൻ പറഞ്ഞു, രക്ഷയ്ക്ക് വേണ്ടി വളരുക, രക്ഷയുടെ 3 കാലങ്ങൾ. പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യമാ. ആദ്യ ശരി. അതിൻ്റെ തലേ ദിവസം ആരായിരുന്നു? ഞാൻ പറഞ്ഞു, പുതുപ്പള്ളിയിൽ നിന്നൊരു എബ്രഹാം പാസ്റ്ററായിരുന്നു. അന്ന് പുതുപ്പള്ളി അച്ഛൻ എന്ന് പറയുന്നൊരു അച്ഛനുണ്ട്, കാനവച്ചൻ പുതുപ്പള്ളി അച്ഛൻ. അദ്ദേഹം ഇപ്പോൾ വാർദ്ധക്യ സഹജമായി ക്ഷീണം കൊണ്ടിരിക്കുന്നു. അപ്പം അദ്ദേഹമായിരുന്നു. എന്തായിരുന്നു വിഷയം? ഞാൻ പറഞ്ഞു, എബ്രായ ലേഖനം 11-ാം അധ്യായം, റാഹാബ് എന്ന വേശ്യ വിശ്വാസത്താൽ രക്ഷപ്പെട്ടതും യോശുവയുടെ പുസ്തകവുമായി ചേർത്ത് വെച്ച് പ്രസംഗിച്ചു. ആദ്യത്തെ ദിവസം ആരായിരുന്നു? ഞാൻ പറഞ്ഞു, പാസ്റ്റർ എബ്രഹാം ചാക്കോ. എന്തായിരുന്നു വിഷയം? അപ്പോൾ ഓരോ വ്യക്തികളുടെ പേര് പറയുമ്പോൾ വിഷയം എന്നോട് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വിഷയം മർക്കോസ് 13:33, ആ കാലം എപ്പോഴെന്നറിയായികയാൽ നിങ്ങൾ ഉണർന്നിരിപ്പീൻ. ഇത്രയും ഞാൻ പറഞ്ഞു. 3 ചോദ്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇടത് കൈ എൻ്റെ തോളിലായിരുന്നു. അദ്ദേഹം ആ കൈ കൊണ്ട് എന്നെ വലിച്ച് മുമ്പോട്ട് നിർത്തിയിട്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ അത്രേ ഉള്ളൂ ഞാൻ. അങ്ങനെ അങ്ങോട്ട് ചേർത്ത് നിർത്തി, വയറോട് ചേർത്ത് അമർത്തിയിട്ട് വലത് കൈ എടുത്ത് എൻ്റെ തോളിലേക്ക് എൻ്റെ തലയിലോട്ട് വെച്ചിട്ട് ഒറ്റ പ്രാർത്ഥന വഴി നിന്നുകൊണ്ട്, കർത്താവ്, ഈ കുഞ്ഞ് ആരാന്ന് എനിക്കറിയില്ല, ആരുടെ മകനാണെന്നും അറിയത്തില്ല, അവൻ്റെ ജീവിത പശ്ചാത്തലവും എനിക്കറിയില്ല, ലോകമറിയുന്നൊരു സുവിശേഷ പ്രസംഗകനായിട്ട് ഇവൻ മാറട്ടെ. ഒറ്റ പ്രാർത്ഥന. ഞാൻ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ എങ്ങനെ അടിച്ച് കരഞ്ഞു. എന്തിനാ കരഞ്ഞെന്ന് എനിക്കറിയത്തില്ല, അന്നും അറിയില്ല, ഇന്നും അറിയില്ല. മോനെ, 3 ദിവസത്തെ കൺവെൻഷൻ പ്രസംഗകരുടെ പേരും അവർ പ്രസംഗിച്ച പ്രസംഗവും നീ പറഞ്ഞു, എങ്ങനെ ഇത് ഓർത്തിരിക്കും? ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാം കുറിച്ച് വെക്കാറുണ്ട്. ആഹാ, അത് ശരി. അദ്ദേഹം എന്നെ ബ്ലസ് ചെയ്തു. കാലങ്ങൾ പലത് കഴിഞ്ഞ് ഹരിയാന ഗ്രേസ് ബൈബിൾ കോളേജിലെ പഠനവും കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്നു. പഠനം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഞങ്ങളുടെ കൺവെൻഷൻ നടക്കുന്ന സമയമാണ്. അത് അതിനേക്കാൾ ഭയങ്കര സംഭവമാണ്. ഞാൻ വന്ന് അന്ന് എം വി ചാക്കോ സാറാണ് പ്രസംഗിക്കുന്നത്. അന്ന് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ച ആ സംഭവമൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഇതുപോലെ ഗ്രേസിൽ നിന്ന് വന്നതാണ്, എന്നെ ഒന്നുകൂടെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി മുഴങ്കാലിരിക്കണമെന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ KV മാത്യു അവരുകൾ എന്നോട് വന്ന് പറഞ്ഞു, മോനെ ഇന്ന് ചാക്കോ സാർ വരത്തില്ല. ഞാൻ ചെന്ത പറ്റി? അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെന്തോ സുഖമില്ലാതായി, അദ്ദേഹത്തിന് വരത്തില്ലെന്ന് ഇപ്പോൾ ഫോൺ ചെയ്തത്. ഞാൻ ഇനി ആരാ പകരം? അദ്ദേഹം പറഞ്ഞു, വേറെ ആരെയും പകരം വിളിക്കുന്നില്ല, മോൻ എന്ന് പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, എം വി ചാക്കോ സാറിന് പകരം ഞാൻ പ്രസംഗിക്കാനോ? പാസ് എന്തോ ഈ പറയുന്നത്? ഞാൻ ഓടാൻ പോകുമെന്ന് പറഞ്ഞു. എങ്ങും ഓടുന്നില്ല, നീ ഇവിടെ നിൽക്കണം, ഇന്ന് രാത്രി നീ പ്രസംഗിക്കണം. പണിയെല്ലാം അവസാനിപ്പിച്ച് ഹോളിനകത്ത് കയറാൻ പറഞ്ഞു. അതിനകത്ത് കയറി അല്പസമയം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൂത് കിട്ടും, ഇന്ന് രാത്രി അത് മോൻ പ്രസംഗിക്കണം. ചുരുക്കി ഞാൻ പറഞ്ഞു നിർത്താം. പഠനം കഴിഞ്ഞ് വന്നിട്ട് ആദ്യത്തെ കൺവെൻഷൻ പ്രസംഗം എം വി ചാക്കോ സാറിന് പകരമായിരുന്നു. ഞങ്ങളുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും എന്നോട് കൂടെ പഠിച്ചവർക്കും എല്ലാം എന്നിലൊരു പ്രസംഗകനുണ്ടെന്നുള്ളത് വെളിപ്പെടുത്തുവാൻ എന്നെ ദൈവം അരങ്ങേറ്റത്തിന് തന്നൊരവസരമായതുകൊണ്ട് എം വിയോട് പറഞ്ഞ് ഇന്ന് അങ്ങോട്ട് പോകണ്ടെന്ന്. സ്വതന്ത്രം. ഈ സംഭവം ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് പറഞ്ഞു. അദ്ദേഹം എന്നെ പിന്നെ ബ്ലസ് ചെയ്തു. ഞാൻ പറഞ്ഞു, എന്തിനെന്നറിയാമോ? ദൈവവചനം നിങ്ങൾ മറക്കരുത്, കുറിക്കണം, നന്നായിട്ട് ഓർത്തിരിക്കണം, ഇതൊക്കെ ആഴത്തിൽ.
ആ വചനം നിങ്ങൾ ബാംഗ്ലൂർ പൂനെയിലോ താനെയിലോ മുംബൈയിലോ കൊൽക്കത്തയിലോ ദില്ലിയിലോ വിശാഖപട്ടണത്തോ വിജയവാഡയിലോ അങ്ങും സിഡ്നിയിലോ മെൽബണിലോ ന്യൂയോർക്കിലോ കാനഡയിലോ എവിടെ പോയാലും ഈ കുറിച്ച് കൊണ്ടുപോകുന്ന വചനം നിങ്ങൾക്ക് പ്രകാശമായിരിക്കും. ആ പ്രകാശത്തിൽ നിങ്ങൾ വീഴാതെ നിൽക്കും. നടപ്പിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴല്ലേ വീഴുക. നടപ്പിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ ഈ വചനം നിങ്ങൾക്ക് പ്രകാശമായിരിക്കും. ഏറ്റെടുക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഗുഡ്. മുൻപോട്ട് പോകാം. ഏതാ എഴുതി നിർത്തി? വചനപരിജ്ഞാനം. വചനം കേട്ട മാത്രം പോരാ മക്കളെ, എഴുതി വയ്ക്കണം. ഇത് വീട്ടിൽ ചെന്നതിൻ്റെ വാക്യങ്ങൾ തപ്പണം, ഒന്നുകൂടെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ വചന പരിജ്ഞാനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അടുത്ത പരിജ്ഞാനം എഴുതിക്കോ. പാപപരിജ്ഞാനം. പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. പാപം എന്താണ്, പാപം എങ്ങനെയാണ്, പാപത്തിൻ്റെ ഉൽപ്പത്തി, അതിൻ്റെ വികാസം, പാപത്തിൻ്റെ അനന്തരഫലം, പാപത്തിൻ്റെ ഏക റെമഡി എന്താ, ഇതെല്ലാം കൂടെ പഠിക്കുന്ന പഠനമാണ് ഏത്? പാപ പരിജ്ഞാനം. എവിടെ വാക്യമെന്നറിയാമോ? റോമാലേഖനം 3:20 വാക്യം. റോമർ 3:20. പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. റോമർ 3:20. അടുത്ത കൂട്ടത്തിൽ വേഗം എഴുതിക്കോ. രക്ഷാപരിജ്ഞാനം. രക്ഷാപരിജ്ഞാനം. കണ്ടോ, ഈ പരിജ്ഞാനങ്ങളിൽ നിന്നെല്ലാം വീണുപോയാലാണ് കുഴപ്പമാകുന്നത്. രക്ഷാപരിജ്ഞാനം എന്നുള്ള വാക്യം എവിടെയെന്ന് പറയാമോ? ലൂക്കോസ് 1:77 വാക്യം. ലൂക്കോസ് 1:77. രക്ഷാപരിജ്ഞാനം നൽകേണ്ടതിന് വേണ്ടി എന്ന് പറയുന്നുണ്ട്. ലൂക്കോസ് 1:77 വാക്യം. രക്ഷാപരിജ്ഞാനം. ഗുഡ്. അടുത്തത് ദൈവതേജസ്സിൻ പരിജ്ഞാനം. ദൈവതേജസ്സിൻ പരിജ്ഞാനം. ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരാകണം. 2 കൊരിന്ത്യ ലേഖനം 4:6 വാക്യമാണ്. 2 കൊരിന്ത്യ ലേഖനം 4:6 വാക്യം. 2 കൊരിന്ത്യർ 4:6 വാക്യം. ദൈവതേജസ്സിൻ പരിജ്ഞാനം. ഈ പരിജ്ഞാനങ്ങളൊന്നും വിട്ടുപോകരുത്. നാം പ്രാപിക്കാനിരിക്കുന്ന ദൈവ തേജസ് നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ അപ്പൊ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനമുള്ളവരായി നമ്മൾ മാറണം. വീഴാതിരിക്കാൻ ഈ പരിജ്ഞാന പൂർത്തി അനിവാര്യമാണ്. 2 കൊരിന്ത്യർ 4:6 വാക്യം. അടുത്ത എഴുതിക്കോ. ദൈവ മഹത്വത്തിൻ പരിജ്ഞാനം. ദൈവ മഹത്വം. ദൈവ മഹത്വത്തിൻ പരിജ്ഞാനം. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം പുതിയ നിയമത്തിലെന്ന്. പഴയ നിയമത്തിലൊന്നൊരു വാക്യം തരാം. ഹബക്കുക്ക് 2:14 ദൈവ മഹത്വത്തിൻ പരിജ്ഞാനം. ഹബക്കുക്ക് 2:14. ദൈവമഹത്വത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നു. ദൈവമഹത്വം. ദൈവത്തിൻ്റെ മഹത്വം എന്തുവാണെന്ന് കുഞ്ഞുങ്ങളെല്ലാവരും അറിയണം. യുവതി യുവാക്കന്മാരെല്ലാവരും അറിയണം. മറ്റു തര മതങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന ദൈവങ്ങളെക്കാൾ ഉണ്ടോ, ദൈവമെന്ന പദം തന്നെ സത്യത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ദൈവമെന്നല്ല നമ്മൾ ഇനി ഉപയോഗിക്കേണ്ടത്, സത്യദൈവമെന്ന് തന്നെ ഉപയോഗിക്കണം. ഏക സത്യദൈവമെന്ന് തന്നെ ഉപയോഗിക്കണം. കാരണം ഇവിടെ പലതും ചിലതും ദൈവങ്ങളാണ്. ഇന്ദ്രജാല മഹേന്ദ്രജാലങ്ങൾ ചെയ്യാൻ കഴിയുന്ന പെണ്ണും ആണും എല്ലാം ദൈവങ്ങളായി മാറുക. കാട്ടുമൃഗങ്ങളും നാട്ടുമൃഗങ്ങളും ദൈവങ്ങളാകുക. ഒഴുകുന്ന പുഴയും വീശിയടിക്കുന്ന കാറ്റും കത്തിച്ചു കളയുന്ന ഭയങ്കര തീജ്വാലയും ഒക്കെ ദൈവങ്ങളായിട്ട് വാഴ്ത്തപ്പെടുന്ന ഒരു കാലത്തിലും ഒരു ലോകത്തിലും ഒരു രാജ്യത്തിലുമാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് നമ്മൾ ദൈവം 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 എന്ന് ഉപയോഗിക്കുന്നതിന് പകരം എന്തോ ഉപയോഗിക്കണം? സത്യദൈവം. ഏക സത്യദൈവം എന്നാണെങ്കിൽ ഭയങ്കരമാണ്, തീവ്രമായൊരു പ്രയോഗമാണ്. ഏക സത്യദൈവം. യോഹന്നാൻ 17:3 അങ്ങനെ പറയുക. ഏക സത്യദൈവത്തെയും അവിടെ നയിച്ച യേശുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പം ഇവിടെ ദൈവമഹത്വം, അതിൻ്റെ പരിജ്ഞാനം. ദൈവമഹത്വത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്ന വാക്യം ഏതാ? ഹബക്കുക്ക് 2:14. ഹബക്കുക്ക് 2:14. വാക്യം തെറ്റിക്കരുത്. വാക്യം കൃത്യമായിട്ട്. വാക്യം കിട്ടിയില്ലെങ്കിൽ ചോദിക്കണം, കൈ ഉയർത്തിയാൽ മതി. ഒന്നുകൂടെ ഞാൻ പറയാം. 9 വട്ടം പറയാം. ഹബക്കുക്ക് 2:14 എന്തോ പറയുന്നേ? ദൈവപരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അർഹമായിരിക്കുന്ന യോഗ്യമായിരിക്കുന്ന നാമങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ദൈവപരിജ്ഞാനം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തൊരു പരിജ്ഞാനം, നന്മയുടെ പരിജ്ഞാനം. നന്മയുടെ പരിജ്ഞാനം. നന്മയുടെ പരിജ്ഞാനം. ഫിലേമോന്റെ ലേഖനം 5 വാക്യമാണ്. ഫിലേമോന്റെ ലേഖനം 5 വാക്യം. നിന്നിലുള്ള സകല നന്മയുടെയും പരിജ്ഞാനം. എന്താ മക്കളെ നന്മയുടെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ? PYP അറിയണം. നന്മയുടെ പരിജ്ഞാനം എന്തുവാ? വിശക്കുന്നവന് വിളമ്പുവാനൊരു മനസ്സ്, നഗ്നനായവനെ ഉടുപ്പിക്കാനൊരു മനസ്സ്, ഒറ്റിക്കൊടുക്കപ്പെട്ടവനുണ്ട് ഒറ്റപ്പെടുത്തപ്പെട്ടവന്റെ കൂട്ടാളിയാകാൻ, അവന്റെ ഏകാന്തതയ്ക്ക് തുണയാകാനുള്ളൊരു മനസ്സ്. PYP ചെയ്യുന്നുണ്ടല്ലോ അല്ലേ?
സേവിക്കേണ്ടതിന് വേണ്ടി രക്ഷിക്കപ്പെട്ടു എന്നാണല്ലോ PYPയുടെ അർത്ഥം അല്ലേ? മറ്റുള്ളവരെ എന്തോ ചെയ്യാൻ വേണ്ടി? പാര വയ്ക്കാനല്ല, പിന്നെ സേവിക്കുവാൻ. ചോർന്നൊലിക്കുന്ന വീട് നമ്മളെല്ലാവരും കൂടെ നോക്കിയാൽ മേക്കൂര മാറ്റി കൊടുക്കാൻ പറ്റത്തില്ലേ? ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പഠിപ്പ് നിർത്തിയ ഒരു കുഞ്ഞിനെ നമ്മളെല്ലാം കൂടെ നോക്കിയാൽ തുടർ പഠനത്തിന് പറ്റത്തില്ലേ? PYP നോക്കണം. അതാണ് നന്മയുടെ പരിജ്ഞാനം. ഓടിപ്പോയ വഴിക്ക് മുറിവേറ്റ് കിടക്കുന്നവനെ കണ്ടിട്ട് ആക്സിലേറ്ററിൽ കാലമർത്തി പോകുന്നല്ല പരിജ്ഞാനം. നന്മയുടെ പരിജ്ഞാനമുള്ളവൻ അവിടെ നിർത്തും. ഓടിയിറങ്ങി ആ മുറിവേറ്റവൻ്റെ അരികിലെത്തുന്നു. അവൻ്റെ തല കോരിയെടുത്ത് മടിയിലേക്കാക്കുന്നു. പേരുന്നാളും ഒന്നും ചോദിക്കുന്നില്ല, ബയോഡേറ്റ അന്വേഷിക്കുന്നതേ ഇല്ല. അവൻ ആരുമായിക്കോട്ടെ, അമേരിക്കക്കാരനോ ആഫ്രിക്കക്കാരനോ ഇന്ത്യക്കാരനോ ഇന്തോനേഷ്യക്കാരനോ അതൊന്നും വിഷയമല്ല. മുറിവേറ്റവൻ്റെ തല കോരിയെടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് വെള്ളമൊഴിക്കുന്നു അവൻ്റെ വായിലേക്ക്. അവൻ്റെ മുഖം കഴുകുന്നു, അവൻ്റെ മുറിവുകളെ കഴുകുന്നു, തുടയ്ക്കുന്നു, അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നു. കോരിയെടുത്തവനെ സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടാക്കിയിട്ട് അത്യാവശ്യം കയ്യിലുള്ള പണം അവിടുത്തെ ആളുകൾക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ബാക്കി ബില്ലുണ്ടല്ലോ അവൻ്റെ പേരിലല്ല, എൻ്റെ പേരിൽ കണക്കിടണം. ഇതാ PYPയുടെ നന്മയുടെ പരിജ്ഞാനം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇല്ലായ്മയും വല്ലായ്മയും ഞെരുക്കവും ദുഃഖവും വേദനയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നതാണ് നന്മയുടെ പരിജ്ഞാനം. ഓക്കെ, ഇപ്പം എത്ര എണ്ണമായി? 9 എണ്ണം. 9 കൊള്ളാവുന്നൊരു സംഖ്യ. ഒരുപോലെ 9 എണ്ണം. അപ്പോൾ ഇതിൻ്റെ വാക്യങ്ങളോട് കിട്ടിയിട്ടുണ്ട്. മറ്റേതിൻ്റെ വാക്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്കും പണി വേണമല്ലോ. എല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ട് പോയത് വീട്ടിൽ പോയി ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം പറഞ്ഞ വഴുതരുത്, കുഴയരുത്, താഴരുത്, പുകടരുത് എന്നൊക്കെ പറഞ്ഞ അവസാനം വീട്ടിൽ ചെന്ന് കുഴയരുത്. ആ വാക്യങ്ങളെല്ലാം തപ്പിയെടുത്തിട്ട് വേണം തുടർ പഠനം നടത്താൻ. യെസ്. അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നേ. ഈ പരിജ്ഞാനങ്ങൾ ഇല്ലാതെ പോകുന്നതാണ് വീണു പോകാൻ കാരണം. ഈ പരിജ്ഞാനങ്ങൾ പ്രാപിച്ചിട്ടും അതിൽ നിലനിൽക്കാൻ കഴിയാതെ പോകുന്നതാണ് വീണു പോകാനുള്ള കാരണം. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ പരിജ്ഞാനങ്ങൾ വേണ്ടും വിധത്തിൽ ഏറ്റെടുക്കുവാൻ സർവകൃപാലുവായ കർത്താവിൻ്റെ കൃപാകടാക്ഷം നിങ്ങളുടെ മേൽ വരട്ടെ. ഇനി നാം പത്രോസിൻ്റെ ലേഖനത്തിലെ വാക്യത്തിലേക്ക് വരികയാണ്. ആ വാക്യത്തിൽ പറയുന്ന സംഗതി കേട്ടോ, വീണു പോകാതിരിപ്പാൻ, സ്ഥിരത വിട്ട് എന്ത് ചെയ്യരുത്? വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ മാത്രം ലെക്ചർ ചെയ്യുന്നില്ല, നിങ്ങളും കൂടെ കുറിച്ചെടുക്കത്തക്ക രീതിയിൽ ശാന്തമായി നിന്ന് പറയുകയാണ്. സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ നമ്മൾ അറിയേണ്ട ചില നടപടിക്രമങ്ങളെക്കുറിച്ചാണ് അക്കമിട്ട് പറയാൻ ആഗ്രഹിക്കുക. ഓരോന്നും വ്യക്തമായി കുറിച്ചു കൊണ്ടുപോകണം. എന്നിട്ടതിനെ പ്രാർത്ഥനയോടെ പഠിക്കണം. ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ടല്ലോ, നിങ്ങളുടെ ഇടവകയെ പഠിപ്പിക്കണം. ഇത് അവസരം കിട്ടുന്ന മുറയ്ക്ക് കുഞ്ഞുങ്ങളെ നിങ്ങളിത് ബോധ്യമാക്കണം. ഞാനതിൻ്റെ പോയിന്റ് മാത്രം തരുന്നു. നിങ്ങളതിൻ്റെ വിശകലനങ്ങളെ നിങ്ങളുടെ ചേർച്ചിന് കൊടുക്കണം, യൂത്തിന് കൊടുക്കണം. യൂത്തിൻ്റെ ലീഡേഴ്സ് എല്ലാം അത് ശ്രദ്ധിച്ചു കൊള്ളണം. ഓക്കെ, നമ്മുടെ സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ നാം എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ നടപടി, ഇനി പറയുന്നത് വേറിട്ട ചിന്തയാണ്. ഇതുവരെ പറഞ്ഞത് അതിൻ്റെ മുഖവരയുടെ ഭാഗമായി നിങ്ങൾ എടുക്കുമ്പോൾ കണ്ടന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓക്കെ, നാം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ ഒന്നാമത്തെ നടപടി വ്യക്തമായി എഴുതണം. പരിശുദ്ധ തൃത്വവുമായുള്ള ആന്തരിക രമ്യത എല്ലാവർക്കും വേണം, മുതിർന്നവർക്കും വേണം. പരിശുദ്ധ തൃത്വവുമായുള്ള ആന്തരിക രമ്യത. ആന്തരിക ബന്ധം എന്നെഴുതരുത്, പിന്നെന്തോ എഴുതണം? ആന്തരിക രമ്യത. ബന്ധം വേറെ, രമ്യത വേറെയാണ്. ബന്ധമുള്ള എല്ലാവർക്കും തമ്മിൽ എന്തോ ഇല്ല? പറ. ബന്ധമുള്ള എല്ലാവർക്കും തമ്മിൽ എന്തോ ഇല്ല? രമ്യത ഉണ്ടാകണമെന്നൊന്നുമില്ല. ബന്ധമുണ്ട്. ഇതാരാ? അതെൻ്റെ ഭാര്യ. അത് ശരി. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ. എന്നാ പിന്നെ എന്നാ മിണ്ടാത്ത തന്നെ? അകന്നകന്നാ കഴിയുക. ഇതാരാ? അതെൻ്റെ അനിയത്തിയാ. ഒരനിയത്തിയേ ഉള്ളൂ. അത് ശരി. അനിയത്തിയുമായിട്ട് പിണങ്ങി നടക്കുന്ന ചേട്ടത്തി അനിയത്തിയാന്ന് ബന്ധം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതെൻ്റെ ആരാ? അയ്യോ അതെൻ്റെ മരുമോളാ. അത് ശരി. ചുമ്മാ അല്ല കർക്കിടക മാസത്തെ മോന്ത പോലെ കൊണ്ടു നടക്കുന്നു. മരുമോളായതുകൊണ്ട്. ബന്ധത്തിൽ മരുമകളാണ്, മകളാണ്, അനിയത്തിയ, ചേട്ടത്തിയ, അനിയന, ചേട്ടന, മച്ചാന, മച്ചമ്പിയ, മൈനിയ. കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ രമ്യതയുണ്ടോ? രമ്യത വേണം. പരിശുദ്ധ തൃത്വവുമായിട്ട് ബന്ധം പോരാ, പിന്നെന്തോ വേണം? ഈ ബന്ധമുള്ളവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളുടെ ലബ്ധിക്ക് വേണ്ടിയാണ്. സാധിച്ചു കിട്ടണം പലതും ചിലതും. വീക്കം, തക്കം, മുട്ടൽ, ചതവ്, പൊള്ളൽ, മുഴ അടക്കമുള്ളത് എന്തോ ചെയ്യണം? മാറിക്കിട്ടണം. അതിന് ദൈവത്തെ ആശ്രയിക്കുക. അതിനു വേണ്ടിയാണ്. പിശാചിനെ ഉച്ചാടനം ചെയ്യാൻ പരിശുദ്ധാത്മ ശക്തി വേണം. അതിനൊക്കെ വേണ്ടിയാ പലരും ഉദ്ദിഷ്ട കാര്യങ്ങളുടെ ലബ്ധി. പക്ഷേ അവൻ എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നമസ്കരിക്കയില്ല എന്ന് പറയുന്നത് ആന്തരിക രമ്യതയാണ്.
മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു രമ്യതയുടെ തീവ്രമായ ബന്ധത്തിലേക്ക്, തീവ്രാനുരാഗത്തിലേക്ക് വന്നേ പറ്റൂ. അപ്പോൾ ആ വാചകം ഒന്നുകൂടെ നോക്കിയേ, നിങ്ങൾ എഴുതിയത് തന്നെ നോക്കിക്കേ. പരിശുദ്ധ തൃത്വവുമായുള്ള നിങ്ങൾക്ക് പെന്തക്കോസ്ത് തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരും അതിൽ നിലനിൽക്കുന്നവരുമാണെന്നുള്ളത് കൊണ്ടൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. നമ്മുടെ വിശ്വാസം 3 ദൈവങ്ങളിലല്ല, ഏകസത്യ ദൈവം, 3 ആളത്വ മഹിമകളുടെ ഔന്നത്യം സമഞ്ജസമായി സമ്മേളിക്കപ്പെട്ടിരിക്കുന്നു. തൃത്വത്തെക്കുറിച്ച് ബോധം വേണം നിങ്ങൾക്ക്. 3 ദൈവങ്ങളല്ല തൃത്വം എന്ന് പറയുന്നത്, ഒരൊറ്റ ദൈവം, 3 ആളത്വ മഹിമകൾ. കുഞ്ഞുങ്ങൾക്കൊക്കെ തൃത്വോപദേശമൊക്കെ വ്യക്തമാക്കി കൊടുക്കണം. ഇവർ 3 ദൈവമാണെന്നൊക്കെ പറഞ്ഞു കിടന്നാൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് PYPയുടെ ചുമതലക്കാരോട് ഞാൻ പറയുക, തൃത്വം എന്ന് പറയുന്നൊരു ബോധം അവർക്ക് കൊടുക്കണം. കാരണം എന്തെന്നറിയാമോ, ബഹുമാന്യ സാറ് KC ഒക്കെ ഇരിക്കുന്ന വേദിയിൽ പറയുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ക്രൈസ്തവ അന്തരീക്ഷത്തിൽ തൃത്വത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനമില്ലാതെ പോകുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ കോളേജുകളിലൊക്കെ അവഹേളിക്കപ്പെടും. നിങ്ങൾക്ക് 3 ദൈവമില്ലേ, ഞങ്ങൾക്ക് 3 ദൈവമുണ്ട്, നിങ്ങൾക്ക് 3 ദൈവം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് 3 ദൈവമല്ല, ഏകസത്യ ദൈവത്തിൻ്റെ 3 ആളത്വം മഹിമകളുടെ സമഞ്ജസമായ സമ്മേളനം, സമുന്നയമാണ്. അത് പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കരുത്തുണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ പരിശുദ്ധ തൃത്വം, നമ്മുടെ വിശ്വാസം തന്നെ പരിശുദ്ധ തൃത്വത്തിലാണെന്നുള്ളത് അറിയാമോ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ ആരിൽ വിശ്വസിക്കണം? ആരിൽ വിശ്വസിക്കണം? ദൈവത്തിൽ. യോഹന്നാൻ 14:1 ദൈവത്തിൽ വിശ്വസിക്കണം. പക്ഷെ നിത്യജീവൻ കിട്ടണമെങ്കിൽ ആരിൽ വിശ്വസിക്കണം? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 3:36. നമ്മളായിരിക്കുന്ന കുരുക്കിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ആരിൽ വിശ്വസിക്കണം? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മ ശക്തിയിൽ വിശ്വസിക്കണം. കൊലോസ്യർ 3:12. ഞാൻ പറഞ്ഞ ഈ 3 വാക്യങ്ങളൊന്ന് കുറിച്ച്. യോഹന്നാൻ 14:1 പിതാവാം ദൈവത്തിൽ വിശ്വസിക്കണമെന്നുള്ള വാക്യമാണ്. പിതാവാം ദൈവത്തിൽ വിശ്വസിക്കണം. യോഹന്നാൻ 14:3 അത് ഗോഡ് ദ ഫാദർ ആണ്, പിതാവിലുള്ള വിശ്വാസമാണ്. ഇടരാത്ത മനസ്സും പതറാത്ത പാദങ്ങളുമായി, ചാഞ്ചല്യമില്ല, ലാഹമില്ല, ഉത്കണ്ഠയില്ല, അങ്ങനെ ജീവിച്ചു പോകണമെങ്കിൽ ആരിൽ വിശ്വസിക്കണം? പിതാവാം ദൈവത്തിൽ. പക്ഷെ നിത്യജീവൻ, പാപമോചനം, പുത്രത്വം, ദൈവപ്രസാദം അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ആരിൽ വിശ്വസിക്കണം? ആരിൽ വിശ്വസിക്കണം? പുത്രനിൽ വിശ്വസിക്കണം. യോഹന്നാൻ 3:36. 3:36 ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കണ്ടോ വാക്യം? പുത്രനിൽ. കണ്ടോ? അടുത്ത കൊലോസ്യർ 2:12 ഒന്ന് ഡിസ്പ്ലേ ചെയ്തേ. കൊലോസ്യർ 2:12. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, നമ്മളെ കുരുക്കി വെച്ചിരിക്കുന്ന ചില ഇടത്തു നിന്ന് നമ്മൾ പുറത്തു വരുന്നത് നമ്മുടെ കരുത്തുകൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്? സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ. ഉണ്ടോ? അപ്പൊ ദൈവത്തിന്റെ വ്യാപാര ശക്തിയിൽ നമ്മളെ അത് പരിശുദ്ധാത്മാവിന്റെ വിശ്വാസമാണ്. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ച്, നിങ്ങളെ അടച്ചു വെച്ച് വ്യാപരിക്കുന്ന ചില പോരുകളുണ്ട്. നീ നല്ല വിദ്യാഭ്യാസത്തിൽ പോകും, നീ UK പോകാൻ പാടില്ല, നീ അമേരിക്ക പോകാൻ, നീ ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇങ്ങനെ ഓട്ടോ ഓടിച്ച് നടക്കാൻ. മനസ്സിലായില്ലേ? അപ്പൻ ചെയ്ത, അമ്മ ചെയ്ത തൊഴിലുറപ്പിന്റെ പണിക്കാരിയായിട്ട് നീ മാറണം. അപ്പൻ ചായക്കടയിലായിരുന്നു, അല്ലെങ്കിൽ മരം വെട്ടുകാരനായിരുന്നു, അത് റബ്ബർ വെട്ടുകാരനാണ്, അതേ ടാപ്പിംഗ് കത്തി നിന്റെ കൈ തരണം. നിനക്ക് മേഘപാളികളുടെ മീതെ കൂടെയുള്ള യാത്രയില്ല എന്ന് പറഞ്ഞ് പരമ്പരാഗതമായി വാദിക്കുന്ന ചില പോരുകൾ അടച്ചു വെച്ചിട്ടുണ്ട്. ആ അടപ്പ് തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ പരിശുദ്ധാത്മ ശക്തിയിൽ വിശ്വസിക്കണം. എത്ര കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ ദൂത്? മാതാപിതാക്കൾക്ക് വലിയൊരു സ്വപ്നമുണ്ട് നിങ്ങളെക്കുറിച്ച്. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മശക്തി, പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം അനിവാര്യമാണ്. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും. നമുക്ക് പറ്റിയ കുഴപ്പം എന്താണെന്നറിയോ? നമ്മൾ പാടുന്ന 10 പാട്ടുകൾ നിങ്ങളെടുത്തോ, അതിൽ ഒറ്റ പാട്ടിലും ചിലപ്പോൾ ഒരെണ്ണത്തിലുണ്ടാവും തൃത്വം വരുന്നതേയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? പാട്ടുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു അതിനകത്തുള്ള തുണ എനിക്ക് യേശുവേ, എൻ്റെ യേശു എനിക്കു നല്ല തേജസ്സിലേശുവിൻ പൊന്മുഖൻ എല്ലാ യേശു. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു പാട്ട്. പരിശുദ്ധാത്മാവേ ശക്തി. അതിനകത്ത് പിതാവും ഇല്ല, പുത്രനും ഇല്ല, പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. സ്വർഗീയ പിതാവേ നിൻ ഒരു പാട്ടുണ്ട്. അതിൻ്റെ അടുത്ത വരി നിൻ ഗീതം ചെയ്തോ നാം നിൻ സുതൻ. 2 പേരുമുണ്ട്, പരിശുദ്ധാത്മാവില്ല. ഇതാണ് നമ്മുടെ പാട്ടിൻ്റെ കുഴപ്പം. മനസ്സിലായി? പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചൊരു പാട്ട് പണ്ടുണ്ടായിരുന്നു, ഇപ്പം അതാരും പാടുന്ന പോലും ഇല്ല. പിതാവേ അങ്ങയ്ക്ക്
അങ്ങയ്ക്ക് നമസ്കാരം, അങ്ങയ്ക്ക് ആരാധന, പുത്രനാം ദൈവമേ അങ്ങയ്ക്ക് ആരാധന, പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങയ്ക്ക് ആരാധന എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് പാട്ടുകളുണ്ട്. അതാരും പാടുന്നതുമില്ല. മനസ്സിലായോ? ഇപ്പോഴത്തെ പാട്ടുകളുടെയൊക്കെ രീതിയും സ്റ്റൈലും ഒക്കെ യേശുവിനോട് പറയാം, നീ എൻ്റെ ചങ്കാന്ന്, എൻ്റെ ആമാശയാന്ന് പറഞ്ഞത് കാര്യമായി. ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് ചേർച്ചയല്ലാത്ത കുറേ പാട്ടുകളും അതിൻ്റെ പ്രകടനങ്ങളും അതിൻ്റെ ആവർത്തനങ്ങൾ കൊണ്ട് പാട്ട് തന്നെ മലീമസമാകുക. പണ്ടൊരു പാട്ട് വന്നായിരുന്നു, ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളി. ആ പാട്ട് പോയ വഴി ഏതാണെന്നറിയത്തില്ല. ക്രൈസ്തവ ഗാനങ്ങൾക്കകത്ത് ദൈവ മഹത്വം വെളിപ്പെടണം. ദൈവത്തിൻ്റെ നാമത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും ഒന്ന് അവഹേളിക്കുന്ന പദങ്ങളൊന്നും അതിനകത്ത് വരാൻ പാടില്ല. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധ തൃത്വവുമായി ബന്ധപ്പെട്ട ഒരു അനുഗ്രഹീതമായിരിക്കുന്ന വിശേഷത അതിനകത്തുണ്ടായേ പറ്റുള്ളൂ. അതാണ് ഇന്നത്തെ പാട്ടിൻ്റെയൊക്കെ പ്രശ്നം. എന്താണെന്നറിയോ? പാട്ടെഴുതിയ പാട്ടുകാരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ മുമ്പിൽ പാട്ട് മരിക്കുക. പണ്ടത്തെ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ പാട്ടെഴുതിയ ദൈവദാസന്മാർ മരിച്ചു കഴിഞ്ഞിട്ടും ആ പാട്ടുകൾ ഇന്നും എന്തോ ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുമ്പോൾ ആരെഴുതിയ പാട്ടാന്ന് പറയോ? PYPയിൽ ആര് പറയും ആ പാട്ട് എഴുതിയാലും? തിരുവനന്തപുരം ജില്ലക്കാർ പറഞ്ഞില്ലെങ്കിൽ എംബോസിഷൻ എഴുതി മടുക്കും. നിങ്ങൾ പറയണം ആ പാട്ട്. കേരളത്തിൽ മറ്റാരും പറഞ്ഞില്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലക്കാർ പറയണം. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു. 1870 എഴുതിയ പാട്ടാണ്. 1870. ഓ, എത്ര വർഷമായി നോക്കി. 1870, 1970, ഇപ്പം 2025. എത്ര വർഷമായ പാട്ട്. എന്നിട്ടും അതിൻ്റെ ജീവൻ പോയിട്ടില്ല, അതിൻ്റെ പകിട്ട് മാറിയിട്ടില്ല. മോശവത്സല ശാസ്ത്രികൾ, ഹാഫ് മലയാളി ഹാഫ് തമിഴ്, അദ്ദേഹം എഴുതിയ ഒത്തിരി പാട്ടുകളുണ്ട്. അതിനൊക്കെ ഇന്നും ജീവനുണ്ട്. എന്തതിശയമേ ദൈവത്തിന് സ്നേഹം ആരെഴുതിയ പാട്ടാ? അത് തിരുവനന്തപുരംകാർ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അദ്ദേഹം കുന്നംകുളം തൃശ്ശൂർ ജില്ലയിലായിരുന്നു. PV തോമ്മി. വന്ദനമേശ്വര എന്നോടുള്ള നിൻ സർവ്വ നന്മകൾ എന്തതിശയമേ പടും ഞാനേശുവിനായി. ഏറുകൊണ്ട് താഴെ വീണ് കിടന്നപ്പോൾ പാടിയ പാട്ടാ PV തോമ്മി. 36 വയസ്സിനകത്ത് അദ്ദേഹം പോയി. ഞാൻ പറഞ്ഞത് PYP ഇതെല്ലാം അറിയണം, ഈ പാട്ടിൻ്റെ ചരിത്രം അറിയണം. ചുമ്മാ വായി വരുന്ന എന്തെങ്കിലുമൊക്കെ പാട്ടാന്നും പറഞ്ഞ് പാടിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന്, ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമായിരിക്കുന്ന പദപ്രയോഗങ്ങൾ കൊണ്ട് ഭക്തന്മാരെഴുതിയ പാട്ടിന് അവഹേളനം ഉണ്ടാക്കരുത്. അവരതിനകത്ത് ദൈവത്തിന് കൊടുത്ത നാമങ്ങൾ, ക്രിസ്തുവിന് കൊടുത്ത നാമങ്ങളെല്ലാം ഗംഭീരമാണ്. അത് നമ്മൾ അറിയാതെ പോകരുത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പാട്ടിനകത്തും ഒരു ദൈവശാസ്ത്രമുണ്ടെന്നുള്ള വിചാരം മറക്കരുത്. തൃത്വമില്ലാത്ത പാട്ടുകളാണ് നമ്മളിപ്പോൾ പലതും പാടുക. യേശുവിനെ കുറിച്ച് മാത്രം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം. പക്ഷേ മൂന്നും ഒരുമിച്ച് വരണം. ആന്തരിക രമ്യത. പിതാവിനോട്, പുത്രനോട്, പരിശുദ്ധാത്മാവിനോട് നിങ്ങളുടെ ജീവിതത്തിൽ ആന്തരിക രമ്യത വേണം. 3 കാര്യങ്ങളൊന്ന് എഴുതിക്കൂ. ആ ആശയത്തിൻ്റെ തുടർച്ചയെ അതിൻ്റെ അനുബന്ധമായിട്ട് എഴുതിക്കൂ. 3 കാര്യങ്ങൾ. ഒന്ന്, പിതാവിൻ്റെ പ്രസാദം വേണം. പിതാവിൻ്റെ പ്രസാദം. 1 തെസ്സലോനിക്കർ 4:1 വാക്യമാണ്. ദൈവപ്രസാദം. ദൈവപ്രസാദം ഉണ്ടാകണം നിങ്ങളുടെ കോളേജിലും, നിങ്ങളുടെ സ്കൂളിലും, നിങ്ങളുടെ രാത്രിയിലും, നിങ്ങളുടെ പകലിലും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത ചലനങ്ങളിലും. മക്കളെ, കൂട്ടുകാരുടെ കൂടെ പോകുമ്പോഴും കൂട്ടുകാരികളുടെ കൂടെ ആയിരിക്കുമ്പോഴും നിങ്ങൾ മിക്സായിട്ട് പോകുമ്പോഴും ദൈവം നിങ്ങളിൽ പ്രസാദിക്കണം. 1 തെസ്സലോനിക്കർ 4:1. ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം എങ്ങനെ നടക്കണമെന്ന് എന്നുള്ളൊരു വാക്യമാണത്. 1 തെസ്സലോനിക്കർ 4:1. അപ്പോൾ ജീവിതത്തിൽ എന്തോ വേണം? കമോൺ പറ, എന്തോ വേണം? ദൈവം പ്രസാദിക്കണം. നിങ്ങൾ വേദപുസ്തകമായിട്ടിരിക്കുമ്പോഴും ദൈവം പ്രസാദിക്കണം മോനെ. മൊബൈൽ ഫോണുമായിട്ടിരിക്കുമ്പോഴും ദൈവം പ്രസാദിക്കണം. ദൈവപ്രസാദമില്ലാത്ത ഒരു കഴിപ്പ് കുടിപ്പ് വേണ്ട. ദൈവപ്രസാദമില്ലാത്ത ഒരു കൂട്ടുകെട്ടും വേണ്ട. നിങ്ങൾ മുട്ടുന്നതും തട്ടുന്നതും ഉരുമുന്നതും ഉരയുന്നതും ചായുന്നതും ചരിയുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും എല്ലാം ദൈവപ്രസാദത്തിൻ്റെ തലത്തിലാകണം. ദൈവപ്രസാദമില്ലാത്ത ഒരിടപാടും വേണ്ട. 2, പരിശുദ്ധ തൃത്വവുമായുള്ള ആന്തരിക രമ്യതയിൽ 2ാമത്തെ അനുബന്ധം. 1, ദൈവപ്രസാദം. 2, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം. ക്രിസ്തു കേന്ദ്രീകൃതം, ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ്. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം, അതാണ് പരിശുദ്ധ തൃത്വവുമായുള്ള ആന്തരിക രമ്യത. ക്രിസ്തു കേന്ദ്രീകൃതം. അതിന് വാക്യം എഴുതിക്കോ. 1 യോഹന്നാൻ 2:28. 1 യോഹന്നാൻ 2:28. അവൻ്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി. ആരിൽ വസിക്കണം? ശ്രദ്ധിക്കണം, PYP ശ്രദ്ധിക്കണം. നോട്ട് വിത്ത് ഹിം ബട്ട് ഇൻ ഹിം. അതാണ് ക്രിസ്തു കേന്ദ്രീകൃതം. അതാണ് ആന്തരിക രമ്യത. നമ്മൾ കർത്താവിനോട് കൂടെയല്ല, പിന്നെ എവിടെ? പറ, എൻ്റെ കൂടെ ഇല്ലേ നിങ്ങൾ? നമ്മൾ കർത്താവിൻ്റെ കൂടെയല്ല, പിന്നെ എവിടെ വേണം?
കർത്താവ് വിൽ ഇൻ ഹിം. അതാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 28-ാം വാക്യം. 1 യോഹന്നാൻ 2:28. അവനിൽ വസിപ്പിൻ. അതാണ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വസിക്കുക. ക്രിസ്തുവിനോട് കൂടെയല്ല. ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന ഗത്സമന തോട്ടത്തിലെ പുള്ളികളെല്ലാം ഓടിയില്ലേ? എല്ലാവരും ഓടി, വഴിയില്ലാത്തടത്തോട് ഓടി. ഒറ്റ വഴിയിലൂടെ കയറിപ്പോയത്. ഇറങ്ങി വന്നത് 11 വഴിയിലൂടെയാണ്. യൂദ പിന്നെ മറ്റവരോട് കൂടെ ആയിരുന്നില്ലേ? അറിയാമോ? പക്ഷേ ക്രിസ്തുവിൽ വസിക്കുന്നവന്റെ പ്രഖ്യാപനം കേട്ടോ. ആപത്തോ വാളോ നഗ്നതയോ സങ്കടമോ എന്തു വന്നാലും, ഉയരത്തിനുള്ളതോ ആഴത്തിനുള്ളതോ വന്നതോ വരാനുള്ളതോ എന്തു വന്നാലും ക്രിസ്തുവിൽ നിന്ന് എന്നെ എന്തോ ചെയ്യത്തില്ല, വേർപെടുത്താനാവില്ല. അതാണ് സംഭവം. അപ്പൊ ക്രിസ്തുവിൽ, അതാണ് ക്രിസ്തു കേന്ദ്രീകൃതം എന്ന് പറയുന്നത്. അടുത്തത് ആത്മാധിവാസ ജീവിതം. ആത്മാ അധിവാസം, ഇൻഡൊല്ലിങ് ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവാസം ചെയ്യണം. ഇൻഡൊല്ലിങ്. 2 തിമോത്തിയോസ് 1:14 വാക്യമാണ്. 2 തിമോത്തിയോസ് 1:14. ഇൻഡൊല്ലിങ്. ആ ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ്. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? നിങ്ങളിൽ ആര് വസിക്കണം? ആര് വസിക്കണം? പരിശുദ്ധാത്മാവ് വസിക്കണമെന്ന്. പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് ബോധ്യമുള്ള എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഒരു സ്വോത്രം പറ, കരങ്ങൾ ഉയർത്തി. മക്കളെ, അന്യഭാഷ പറയുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ അധിവസിക്കുന്നുണ്ടോ? ആത്മാധിവാസം വേണം. 2 തിമോത്തിയോസ് 1:14 വാക്യം ഒരിക്കലും മറക്കരുത്. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാക്കുന്നത് നമ്മുടെ കരുത്തല്ല, നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ 3 അനുബന്ധങ്ങൾ മനസ്സിലായോ? എന്തൊക്കെയാണ്? 1, ആര് പ്രസാദിക്കണം നമ്മിൽ? പിതാവാം ദൈവം. 2, നാം ക്രിസ്തു കേന്ദ്രീകൃതമാകണം. ക്രിസ്തു വിൽ വസിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും. അടുത്തത്, നിങ്ങളിൽ ആര് വസിക്കണം? ഈ തമ്പേറ് തല്ലുമ്പോൾ, കീബോർഡ് വായിക്കുമ്പോൾ, റിതംപാട് വായിക്കുമ്പോൾ വരുന്ന ഒരു ഉന്മാദമല്ല ഉണർവെന്ന് പറയുന്നത്. ഇതൊന്നും വായിക്കാൻ ആളില്ല, പാടിയ പാട്ട് കൂട്ടത്തിൽ പാടാൻ ആരുമില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോഴും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയണമെങ്കിൽ ആത്മാവ് എവിടെ വസിക്കണം? വ്യക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നൂർക്ക് അന്യഭാഷയെങ്കിലും പറയുന്ന ശീലമുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ ആത്മാവ് എവിടെ വസിക്കണം? നമ്മുടെ അകത്ത്. ആത്മാവിനെ അകത്ത് വസിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ വേഷവിധാനം, നിങ്ങളുടെ ഭക്ഷണ രീതി, നിങ്ങളുടെ സംഭാഷണ രീതി, നിങ്ങളുടെ കൂട്ടുകെട്ട്, നിങ്ങൾ പോകുന്നത് വരുന്നത് കഴിക്കുന്നതെല്ലാം ആത്മാധിവാസത്തിന് യോഗ്യമായ ശരീര വ്യവസ്ഥിതിയോടുകൂടെയാകണം. ഓക്കെ? അപ്പം 1-ാമത്തെ ചിന്ത മനസ്സിലായോ? എന്താണ്? പരിശുദ്ധ തൃത്വവുമായി എന്തോ വേണം? കമോൺ പറഞ്ഞേ, എഴുതിയ പോയിന്റ് പറ. പരിശുദ്ധ തൃത്വവുമായി എന്തോ വേണമെന്നാ? ആന്തരിക രമ്യത വേണം. ഓക്കെ? ഇന്നർ റിലേഷനാണ് അത്. ഏറ്റവും സുതാര്യമായിട്ട് വേണം. അടുത്തത് എഴുതിക്കോ. അടുത്ത 2-ാമത്തെ ചിന്ത, വീണു പോകാതിരിക്കാൻ 2-ാമത് നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയാമോ? നമ്മിലെ ത്രിവിധ ഘടകങ്ങളുടെ സുതാര്യത. നമ്മിലെ ത്രിവിധ ഘടകങ്ങളുടെ സുതാര്യത. എന്താ മക്കളെ ത്രിവിധ ഘടകങ്ങൾ ഏതാ? നമ്മിലുള്ള ത്രിവിധ ഘടകങ്ങൾ ഏതാ? പറഞ്ഞേ, ആരെങ്കിലും പറ. നമ്മിലെ ത്രിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആത്മാവ്, ദേഹി, ദേഹം. അങ്ങനെ പറഞ്ഞതിന് വളരെ നന്ദി, ബിഗ് സല്യൂട്ട്. കേരളത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളത് ദേഹം, ദേഹി, ആത്മാവെന്നാണ്. നിങ്ങളെങ്ങനെ പറഞ്ഞില്ല. പേരൂർക്കട PVIPക്ക് ഒരു പൊൻതൂവൽ തരികയാണ്. ഒറ്റയാളുടെ ജാമ്യത്തിൽ നിങ്ങളെല്ലാവരെയും കൂടെ ആദരിക്കുന്നു. സാധാരണ മലയാളി പറയുന്നത് ദേഹം, ദേഹി, ആത്മാവ്. നമ്മൾ പറയുമ്പോൾ ആദ്യം എന്തിനാ പരിഗണന? ദേഹത്തിനാണ്. പക്ഷെ വേദോത്സവത്തിലെ വാക്യം എങ്ങനെയാണെന്നറിയാമോ? നമ്മിലെ ത്രിവിധ ഘടകങ്ങൾ എന്ന് പറയുന്നത് ആത്മാവ്, ദേഹി, ദേഹം. അത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്ന ഒറ്റ വാക്യമാണ് 1 തെസ്സലോനിക്കർ 5:23. ആ വാക്യം കൂടെ കുറിച്ചു. 1 തെസ്സലോനിക്കർ 5:23. നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയുന്നത്? ദേഹം. ദേഹത്തിന് നമ്മൾ പ്രഥമ പരിഗണന. മമ്മിമാരൊക്കെ ശ്രദ്ധിച്ച്, ദേഹത്തിന് പരിഗണന കൊടുക്കുമ്പോഴാ ഇനിയിപ്പോൾ അത്താഴം ഉണ്ടിട്ട് അങ്ങ് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത്. സന്ധ്യപ്രാർത്ഥനയെ സാധാരണ എങ്ങനെ നടത്തുന്നത്? പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് എന്തോ ചെയ്യുന്നേ? അത്താഴമൊക്കെ ഉണ്ടെന്ന്. ഇതിപ്പോൾ എവിടെയാണ്ടൊക്കെ പോയി യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നുകൊണ്ട് ഇനിയിപ്പോൾ പറയുകയാണ് എന്തുവാ അത്താഴം ഉണ്ടിട്ട് എന്തോ ചെയ്യുക. കാരണം ദേഹം വിശന്ന് കഴിഞ്ഞ പിന്നെ ഒരു പണിയും നടക്കത്തില്ല. അതുകൊണ്ട് ദേഹത്തിന് പരിഗണന കൊടുക്കുകയാണ്. അതുകൊണ്ട് ഞായറാഴ്ച സഭായം കളഞ്ഞിട്ട് കല്യാണത്തിന് പോകുന്ന കക്ഷികളുണ്ടല്ലോ. അയ്യോ കൈവക്കണ്ട. അങ്ങനെ ചില പുള്ളികളുണ്ട്. സഭായം എല്ലാ ആഴ്ചയിലും ഉള്ളതല്ല, കല്യാണം വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. ആ സഭായോഗത്തിന് പോയില്ലെങ്കിൽ കല്യാണത്തിന് പോകുന്ന ദേഹത്തിൻ്റെ താല്പര്യമാണ്. കാരണം നമ്മൾ പറഞ്ഞ് ശീലിച്ചത് ദേഹം, ദേഹി, ആത്മാവെന്നാ. തിരിച്ചാ പറയേണ്ടത് ആത്മാവ്, ദേഹി, ദേഹം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ? ഇത് 3ഉം സുതാര്യമാകണമെന്നാണ് പോയിന്റ്. വീഴാതിരിക്കണമെങ്കിൽ ആത്മാവ്, ദേഹി, ദേഹം സുതാര്യമാകണം. കുഞ്ഞുങ്ങൾ വിശേഷാൽ ശ്രദ്ധിച്ചോണം ഈ പോയിന്റ്.
മൂന്ന് കാര്യങ്ങൾ അവിടെയും എഴുതിക്കൂ, അനുബന്ധങ്ങൾ. മൂന്ന് കാര്യങ്ങൾ എഴുതിക്കൂ. ഒന്ന്, ആത്മാവിൽ കന്മഷം പാടില്ല. ആത്മാവിൽ കന്മഷം. എന്താ കന്മഷം? എന്താ മോനെ കന്മഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? കൺവെൻഷനല്ല, പിന്നെന്തുവാ? പെരുക്കട കൺവെൻഷൻ എന്നൊക്കെ കേട്ടില്ലേ? അതല്ല. കന്മഷം എന്ന് പറഞ്ഞാൽ പഴയ മലയാളമോ മക്കളെ? പഴയ മലയാളം. കന്മഷം എന്ന് പറഞ്ഞാൽ അശുദ്ധി. അശുദ്ധി എന്നുള്ളതാണ്. അശുദ്ധി, വചനവിരുദ്ധമായിരിക്കുന്ന വൃത്തികേട്. കന്മഷം എന്നുള്ളതിൻ്റെ യഥാർത്ഥ പദം നിങ്ങൾ പഠിച്ചാലുള്ള അമ്പരന്ന് പോകും. കാലാനുസൃത രേഖ അങ്ങനെയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തിനും അന്നന്നത്തെ ദോഷം മതി. രാവിലെ ഉണർന്നപ്പം മുതൽ പറഞ്ഞതിനകത്തും ചെയ്തതിനകത്തും കണ്ടതിനകത്തും ചിന്തിച്ചതിനകത്തും എല്ലാം വന്നുപോയ ദോഷങ്ങൾ എഴുതി വച്ചിരിക്കുന്ന രേഖയ്ക്ക് എന്തോ പറയുക? കന്മഷം. ആ രേഖ വെച്ച് കർത്താവ് നമ്മളെ വിധിക്കാൻ തുടങ്ങിയാൽ എന്തോ ആയിരിക്കും സ്ഥിതിയെന്ന് നോക്ക്. കാലാനുസൃതമായി എൻ്റെ ചലനങ്ങളെ ദൈവം രേഖപ്പെടുത്തുന്നുണ്ട്. എൻ്റെ നോട്ടം, എൻ്റെ കാഴ്ച, എൻ്റെ കണ്ണിനെ മടക്കി വിളിക്കാൻ പറ്റിയില്ല എനിക്ക്. എൻ്റെ കണ്ണ് കണ്ടതിൽ ഉടക്കി നിന്നുപോയി. കാതിനെ മടക്കി വിളിക്കാൻ പറ്റിയില്ല. എൻ്റെ കൈകളെ പിൻവലിക്കാൻ പറ്റിയില്ല. എൻ്റെ കാലുകൾ ദുർമാർഗത്തിനൊന്ന് വിലക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പം എൻ്റെ ശരീരമാസകലം മലീമസമായി പോയി. അത് വരാതിരിക്കേണ്ടതിന് ഒന്ന്, ആത്മാവിൽ എന്തോ പാടില്ല? പറ. വേറെ ആരോടും വെറുപ്പോ വിദ്വേഷമോ പകയോ ഒന്നും അകത്ത് ആത്മാവിൽ വരാൻ പാടില്ല. അടുത്തത്, ദേഹിയിൽ. ആത്മാവിൽ കന്മഷം പാടില്ല എന്നുള്ളതിൻ്റെ വാക്യം എഴുതിയോ? ഇല്ലല്ലോ. 2 കൊരിന്ത്യർ 7:1 2 കൊരിന്ത്യർ 7:1. 2 കൊരിന്ത്യർ ലേഖനം 7:1 പറയുന്നു, ആത്മാവിൽ എന്തോ പാടില്ല? കന്മഷം. ആത്മാവിൽ കന്മഷമില്ലാതിരിക്കണം. അടുത്തത്, ദേഹിയിൽ അശുദ്ധ വിചാരങ്ങളില്ലാതിരിക്കണം. ദേഹിയിൽ അശുദ്ധ വിചാരങ്ങൾ, വൃത്തികെട്ട തോന്നലുകൾ നമ്മുടെ മനസ്സിനെ മതിക്കരുത്. അനാത്മികമായിരിക്കുന്ന തോന്നലുകൾ നമ്മുടെ മനസ്സിനെ മതിക്കരുത് ഒരു കാരണവശാലും. നിയമവിരുദ്ധ ലൈംഗികതയുടെ, ആഭാസത്തരങ്ങളുടെ, വൃത്തികേടുകളുടെ, മറ്റുതരമായിരിക്കുന്ന ആമോദങ്ങളുടെ, ആനന്ദങ്ങളുടെ, വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു വിചാരവും നമ്മുടെ മനസ്സിനകത്ത് കയറി മതിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമൊക്കെ ഒത്തിരി കുറയ്ക്കണം. അതിനകത്ത് കേൾക്കുന്നത് കാണുന്നതുമെല്ലാം ലൈംഗിക ചുവയുള്ളതായിരിക്കാം. കോമഡി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാനിരിക്കുന്ന പലതിനകത്തും ലൈംഗികതയുടെ അതിപ്രസരങ്ങളുണ്ട്. അത് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വിചാരധാരകൾ തെറ്റായി പോകും. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, നമ്മുടെ ദേഹി, വിചാരമണ്ഡലമാണ് ദേഹി എന്ന് പറയുന്നത്. അതിന് ഒരു കാരണവശാലും തിന്മ ഭവിക്കരുത്. വാക്യം ഏതാ? എഴുതിക്കോ. 2 കൊരിന്ത്യർ ലേഖനം 10 അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 10:4 മുതൽ 6 വരെ. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ എന്ന് പറഞ്ഞ് താഴോട്ട് പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല സങ്കല്പങ്ങളെയും, ഏത് വിചാരത്തെയും ഉയർച്ചയും ഞങ്ങൾ എന്തോ ചെയ്യുന്നു? പിടിച്ച് അടക്കുന്നു. അതാണ് കാര്യം. അപ്പം നമ്മുടെ ദേഹി മണ്ഡലത്തെ നമുക്ക് പിടിച്ചടക്കാൻ കഴിയണം, നിയന്ത്രിക്കാൻ കഴിയണം. കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ നമ്മുടെ മനസ്സ് പായരുത്. അതിലെയും ഇതിലെയും ഒക്കെ പോകാതെ ദേഹിയെ പിടിച്ചു നിർത്താൻ കഴിയണം. അതാണ് സുതാര്യത, ദേഹി മണ്ഡലത്തിൻ്റെ സുതാര്യത. അടുത്ത് എഴുതിക്കോ, ഗൗരവമായൊരു കാര്യം. എന്തുവാ? ദേഹത്തിൽ അന്ധകാരം ഉണ്ടാകരുത്. ദേഹത്തിൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അന്ധകാരത്തിൻ്റെ അംശം ഒട്ടുമുണ്ടാകരുത്. ലൂക്കോസ് 11:36 വാക്യം. ലൂക്കോസ് 11:36. ദേഹത്തിൽ അന്ധകാരത്തിൻ്റെ അംശമുണ്ടാകരുത്. അത് വളരെ പ്രധാനമാണ്. ദേഹത്തിൽ അന്ധകാരത്തിൻ്റെ അംശമില്ലാതിരിക്കുക. അന്ധകാരം എന്ന് ഉദ്ദേശിക്കുന്ന എന്താ? പാപം. അന്ധകാരം എന്ന് ഉദ്ദേശിക്കുന്ന എന്താ? തിന്മ. അന്ധകാരം എന്ന് ഉദ്ദേശിക്കുന്ന എന്താ? വചനവിരുദ്ധ നിലപാടുകൾ. അതില്ലാതിരിക്കണം നമ്മുടെ ശരീരം. ശ്രദ്ധിച്ച്, ഈ ശരീരത്തെ ഏത് സമയത്തും ആലയത്തിൽ കൊണ്ട് അർപ്പണം ചെയ്യുവാൻ യോഗ്യമാകണം. ആരുടെ മുമ്പിൽ ചളുങ്ങി നിൽക്കരുത്. ഞാൻ കണ്ടല്ലോ നീ അവിടെ നിൽക്കുന്നത്, നീ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടല്ലോ, നീ അവൻ്റെ കൂടെ അവിടോട്ട് കയറിപ്പോന്ന ഞാൻ കണ്ടല്ലോ. അപ്പം ശരീരം അശുദ്ധമായിട്ടുണ്ട്, കഴിച്ചതും കുടിച്ചതും മുട്ടിയതും തട്ടിയതും കൊണ്ട്. ആരുടെ മുമ്പിൽ അങ്ങനെ ചൂളി നിൽക്കാൻ ഇടയാകരുത്. എൻ്റെ ശരീരം പവിത്രമാണെന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടാകണം. ഭാര്യയുടെ മുമ്പിൽ ചളുങ്ങി നിൽക്കുന്ന ഭർത്താവാകരുത്. ഭർത്താവിൻ്റെ മുമ്പിൽ ചളുങ്ങി നിൽക്കുന്ന, ചൂളി നിൽക്കുന്ന ഭാര്യയാകരുത്. വളർത്തി വലുതാക്കി മമ്മിയുടെ മുമ്പിൽ വല്ലാതെയായി പോകുന്ന മക്കളായി പോകരുത്. നെറ്റിത്തടം വിയർപ്പാക്കി നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന അപ്പനെ നിങ്ങൾ അപമാനം വരുത്താതെ അവർ തലയെപ്പോടെ നിൽക്കാനായിട്ട് പറ്റണം. ശരീരത്തെ അന്ധകാരാവൃതമില്ലാതെ കാക്കണം. ലൂക്കോസ് 11:36 വാക്യം. നിങ്ങളുടെ ശരീരത്തിൽ അന്ധകാരത്തിൻ്റെ അംശം ഒട്ടുമില്ലാതിരിക്കണമെന്നുള്ളതാണ്. അപ്പം രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? ഇങ്ങനെ പറയാൻ എന്നറിവാഹമുള്ളൂ, വിശദീകരിക്കും. ഒറ്റ പോയിന്റ് തന്നെ ഒരു
മണിക്കൂർ വിശദീകരിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ആ ചിന്ത വിട്ടു തന്നുകൊണ്ട് പോയിന്റ് മാത്രം തരികയാണ്. രണ്ടാമത്തെ ചിന്ത അങ്ങനെ. മൂന്നാമത്തേത് എഴുതിക്കൂ. ത്രിവിധ ശക്തികളോടുള്ള ചെറുത്തുനിൽപ്പ്. ത്രിവിധ ശക്തികളോട്, ബ്രാക്കറ്റിൽ ശത്രുക്കളോട്. ത്രിവിധ ശക്തികൾ, ബ്രാക്കറ്റിൽ ശത്രുക്കൾ. നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരെ നമ്മെ വീഴ്ത്തിക്കളയുവാൻ, നമ്മെ താഴ്ത്തിക്കളയുവാൻ, നമ്മെ കുഴപ്പിച്ചു കളയുവാൻ പരിശ്രമിക്കുന്ന ത്രിവിധ ശത്രുക്കളുണ്ട്. ഏതാ ത്രിവിധ ശത്രുക്കൾ എന്ന് പറയാമോ? 3 പ്രബലമായ ശത്രുക്കൾ നമുക്കുണ്ട്. ഏതൊക്കെയാണത്? ഏതാ? ലോകം, ജഡം, പിശാച്. ബ്രാക്കറ്റിനോട് അല്ല, മാർജിനോട് ചേർന്ന് എഴുതിക്കണം. താഴെ എഴുതണം, നേരെ എഴുതരുത്. താഴെ എഴുതണം. ലോകം, ജഡം, പിശാച്. ഇതാണ് ത്രിവിധ ശത്രുക്കൾ. നമുക്കെതിരെയുള്ള 3 വിധ ശത്രുക്കൾ ഇതാണ്. ഏതൊക്കെയാ മക്കളെ? പുറയിൽ ലോകം, ജഡം, പിശാച്. ലോകമെന്ന് പറഞ്ഞാൽ എന്താ? ജഡമെന്ന് പറഞ്ഞാൽ എന്താ? ലോകം എന്നുള്ളതിന് നേരെ വാക്യം എഴുതിക്കോ. അതിന്റെ വാക്യം എഴുതിക്കണം. റോമർ 12:2 ഡു നോട്ട് ഫോളോ ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. റോമർ 12:2 മറക്കരുത് കുഞ്ഞുങ്ങളാരും ആ വാക്യം. ലോകമെന്ന് പറയുന്നത് എഴുതിക്കോ. ലോകമെന്നതിന്റെ വാക്കിന്റെ അർത്ഥം റോമർ 12:2 ലോകമെന്നുള്ളതിന്റെ വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകരുതെന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷ് ബൈബിളിൽ ഒന്നുകൂടെ അത് വ്യക്തമാണ് വാക്യം. ഡു നോട്ട് ഫോളോ ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. എന്താണ് ലോകമെന്ന വാക്കിന്റെ അർത്ഥം? പഠിച്ചോണം. ലോകമെന്ന വാക്കിന്റെ അർത്ഥം സാത്താനാൽ നിയന്ത്രിതമാക്കപ്പെടുന്ന ഒരു അധമ വ്യവസ്ഥിതി. ഇംഗ്ലീഷിൽ എഴുതുന്ന കുഞ്ഞുങ്ങൾ ദ സൈറ്റാനിക് സിസ്റ്റം, അതാണ് ലോകമെന്ന് വേദപുസ്തകം പറയുന്നത്. എല്ലാ പദങ്ങളുമല്ല, ചിലയിടങ്ങളിൽ ലോകം. റോമർ 12:2 ലോകമെന്ന് പറയുന്നത് ദ സൈറ്റാനിക് സിസ്റ്റമാണ്. സാത്താനി ലോകത്തിന്റെ ദൈവമല്ലേ? ലോകത്തിന്റെ അധികാരിയ, ലോകത്തിന്റെ പ്രഭുവാണ്. ആ പ്രഭുവിനാൽ നിയന്ത്രിതമാക്കപ്പെടുന്ന ഒരു അധമ വ്യവസ്ഥിതിയുണ്ട് ഇവിടെ. ആ അധമ വ്യവസ്ഥിതിക്ക് നമ്മളായി പോകരുതെന്നാ പറയുക. ലോകത്തെ ജയിക്കണം. ലോകം നമ്മളിലേക്ക് വരും. ലോകം നമ്മിലേക്ക് വന്ന് ചെക്കേറും. നമ്മൾ ലോകത്തിലായി പോകും. ലോകത്തിൻ്റെ ചില താല്പര്യങ്ങൾ, ലോകത്തിൻ്റെ ചില ഇംഗിതങ്ങളുടെ മുമ്പിൽ വഴങ്ങിപ്പോകും. അമ്മ പ്രാർത്ഥനക്കാരി, അപ്പൻ പ്രാർത്ഥനക്കാരൻ, ഞാൻ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയാണ്, ഞാൻ പാസ്റ്ററുടെ മോന മറന്നുപോകും. ലോകം നമ്മിലേക്ക് ഇരമ്പി ആർത്ത് കയറുമ്പോൾ, കൂട്ടുകാരിയെ പോലെ കൂട്ടുകാരനെ പോലൊക്കെ ആയിത്തീരാനുള്ള വ്യഗ്രത നമ്മിലേക്ക് വരുമ്പോൾ വിശുദ്ധിയും വേർപാടും നഷ്ടപ്പെട്ടു പോകും. അതാണ് ലോകത്തോട് വേർപെടണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ലോകത്തിൻ്റെ ലക്ഷണം. ഈ ലോകവുമായി ബന്ധപ്പെട്ടൊരു 3 അർത്ഥങ്ങൾ ഞാൻ തരാം. ഒന്ന് ഞാൻ പറഞ്ഞു, സൈറ്റാനിക് സിസ്റ്റം. സൈറ്റാനിക് സിസ്റ്റമാണ് ലോകമെന്ന പദം. 134 പ്രാവശ്യം ലോകമെന്ന പദം ബൈബിളിൽ ഉപയോഗിക്കുന്നുണ്ട്. വിശേഷിച്ച് പുതിയ നിയമത്തിൽ 134 പ്രാവശ്യം. 134 134 പ്രാവശ്യം. അത് 3 അർത്ഥങ്ങളിലാണെന്ന് ഓർത്തോണം. 3 അർത്ഥങ്ങളിലാണ് ലോകമെന്ന പദം ഉപയോഗിക്കുക. ഒന്നാമത്തെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, ദ സൈറ്റാനിക് സിസ്റ്റം. സാത്താനാൽ നിയന്ത്രിതമാക്കപ്പെടുന്ന ഒരധമ വ്യവസ്ഥിതി. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? രണ്ടാമത്തേതെന്ന് പറയുന്നത് മാനവകുലമാണ്. മാനവകുലം, മനുഷ്യകുലത്തെ ലോകമെന്ന് പറയുന്നൊരു വാക്യമുണ്ട്. യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16 എന്താ പറയുക? ആരും നശിച്ചു പോകാതെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മനുഷ്യനെ സ്നേഹിച്ചു എന്നല്ല, പിന്നെന്താ പറയുക? ലോകം. അവിടെ ലോകമെന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉപയോഗിക്കുക? മാനവകുലം, മനുഷ്യ സമൂഹം എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ അർത്ഥം മാറി വരുന്നുണ്ടോ? ലോകമെന്ന ഒറ്റ പദം വിവിധ കോണ്ടസ്റ്റിൽ മാറി വരുന്നുണ്ട് അർത്ഥം. റോമർ 12:2 പറയുന്നത് സൈറ്റാനിക് സിസ്റ്റം എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ ഒത്തിരി വാക്യങ്ങൾ വേറെയുണ്ട്. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. 1 യോഹന്നാൻ 2:17. ഓക്കെ. പക്ഷേ ലോകം എന്നുള്ള പദത്തിന് മാനവകുലമെന്നൊരു അർത്ഥമുള്ളതാണ്. ഏത് വാക്യം? യോഹന്നാൻ 3:16. ഇനി ലോകം എന്ന പദത്തിന് മൂന്നാമതൊരർത്ഥമുണ്ട്. കോസ്മോസ്, യൂണിവേഴ്സ്, പ്രപഞ്ചം എന്നൊരർത്ഥമുണ്ട്. പ്രപഞ്ചം. അതെവിടെ വാക്യം? അപ്പോസ്തലപ്രവൃത്തി 17:24. അപ്പോസ്തലപ്രവൃത്തി 17:24 കോസ്മോസ് എന്നാണ് അർത്ഥം. യൂണിവേഴ്സ്, പ്രപഞ്ചം എന്നാണ് അർത്ഥം. എഴുതാൻ പറ്റുന്നുണ്ടോ? 3 അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു. ഏതൊക്കെയാ 3 അർത്ഥം? ഒന്നാമത്തെ അർത്ഥം എന്താ? സാത്താന്യ വ്യവസ്ഥിതി. അതിൻ്റെ വാക്യം ഏതാ? റോമർ 12:2 അല്ലെങ്കിൽ 1 യോഹന്നാൻ 5:4. 1 യോഹന്നാൻ 5:4 അത് തന്നെ പറയുക. എന്തുവാ? ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, മനുഷ്യനെ ജയിക്കുന്നു എന്നല്ല, പ്രപഞ്ചത്തെ ജയിക്കുന്നു എന്നല്ല, സാത്താന്യ വ്യവസ്ഥിതിയെ ജയിക്കുന്നു എന്നാണ്. മനസ്സിലായോ? രണ്ടാമത്തെ അർത്ഥം എന്താ? മാനവകുലം. യോഹന്നാൻ 3:16. അടുത്ത അർത്ഥം എന്താണ്?
പ്രപഞ്ചം അപ്പോസ്തലപ്രവൃത്തി 17:24 ഈ ലോകവും അതിലുള്ള സകലതും ഉണ്ടാക്കിയ ദൈവമെന്ന് വായിക്കുന്നുണ്ട്. അപ്പം ലോകം നമ്മുടെ ഒരു വലിയ ശത്രുവാണ്. ലോകത്തിലേക്ക് നമ്മളെ കൊണ്ട് തളയ്ക്കുക, പെന്തക്കോസ്ത് ജനിച്ച കുഞ്ഞിനെ ലോകത്തിലേക്ക് കൊണ്ടുപോകുക, സാത്താൻ നിയോഗിക്കുക, നിർബന്ധിക്കുക. അതിനാണ് ലോകത്തിൻ്റെ ലക്ഷണങ്ങൾ താഴോട്ടൊന്ന് എഴുതിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ലോകത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താ. ദ സൈൻ ഓഫ് ദ വേൾഡ്. സൈൻ ഓഫ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അല്ല, സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന അധമ വ്യവസ്ഥതയുടെ ലക്ഷണങ്ങൾ. ഒന്ന്, ആഭിചാരം. ആഭിചാരം സാത്താന്യ സഹായത്തോടു കൂടി ചെയ്തെടുക്കുന്ന സകല കർമ്മങ്ങൾക്കും എന്താ പേര്? ആഭിചാരം. രണ്ട്, വ്യഭിചാരം. ലോകത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷണമാണ് വ്യഭിചാരം. നിയമവിരുദ്ധ ബന്ധങ്ങളാണ്, നിയമവിരുദ്ധ ലൈംഗികതയാണ്. ശരീരത്തെ തിന്മയിലേക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വേഴ്ചകളുടെ അനുഭവം, അതാണ് വ്യഭിചാരം. അടുത്തത്, അപ്പോൾ ആഭിചാരം, വ്യഭിചാരം. അടുത്തത് ആഡംബരം, ആഡംബരഭ്രമം. അരക്കാശനും മുതലില്ലാത്ത യേശുവിനെ പ്രസംഗിക്കുക, ആ യേശുവിൽ വിശ്വസിക്കുക. നമ്മൾ ഗിവ് മി എ കോയിൻ എന്ന് കൂടി വന്ന ശ്രോതാക്കളോട് പറഞ്ഞ ഒരേ ഒരു പ്രസംഗകനേ ഉള്ളൂ, അത് യേശുവാണ്. ഗിവ് മി എ കോയിൻ, നിങ്ങളൊരു നാണയം ഇങ്ങ് തരുവീൻ. നാണയം, അവർ ചോദിച്ച ചോദ്യത്തിന് ഉദാഹരണം കാണിക്കാൻ അവരുടെ കയ്യിൽ നിന്ന് തന്നെ നാണയം വാങ്ങിയിട്ട് കാണിക്കേണ്ടി വന്ന ഒരു യേശുവിനെ നമ്മൾ പ്രസംഗിക്കുക. ആ യേശുവിനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് നമ്മളിപ്പോൾ അംബാനിയും അദാനിയും പുറകിലാക്കുന്ന താരങ്ങളായി മാറിയെങ്കിൽ അത് ആർഭാടമാണ്, ആഡംബരമാണ്. വേറെ ആർക്കൊക്കെയോ പോകേണ്ടതാ നമ്മുടെ കയ്യിൽ കുമിഞ്ഞുകൂടിയതെന്നുള്ള വസ്തുത മനസാക്ഷി നമ്മളോട് പറയുമ്പോൾ കുറ്റവാളിയായി നിന്നു കൊടുക്കരുത്. നമുക്കുള്ളത് മറ്റുള്ളവർക്കും കൂടെ ദാനം ചെയ്യാൻ കഴിയണം. അതൊക്കെ കേട്ടിട്ടൊരു സ്വോത്രം പറയാൻ തോന്നുന്നില്ലേ? സ്വോത്രമൊന്നും പറയണ്ട. കയ്യിൽ പൂഴ്ത്തി വെച്ചതൊക്കെ വിതരണം ചെയ്താൽ മതി, സക്കായിയെ പോലെ. അപ്പം ആഡംബരം ലോകത്തിൻ്റെ ഒരു ലക്ഷണം. അടുത്തത് മാത്സരികത. മാത്സരികത, മാത്സരികത, മത്സര മനോഭാവം. മത്സര മനോഭാവം വിവരിക്കുന്നില്ല, അതൊന്നും വിവരിക്കാൻ നേരമില്ല. മത്സര മനോഭാവം. അടുത്തത് ലഹരിയോടുള്ള ആസക്തി. ലഹരിയോടുള്ള ആസക്തി, ഇതെല്ലാം ലോകത്തിൻ്റെ ലക്ഷണങ്ങളായി പഠിക്കണം. ലഹരി എന്നൊക്കെ പറഞ്ഞാൽ മദ്യം, മയക്കുമരുന്ന് അത് മാത്രമല്ല, വേറെ പലർക്കും ദ്രവ്യാഗ്രഹം ഒരു ലഹരിയാണ്. മനസ്സിലാകുന്നുണ്ടോ? മൊബൈൽ ഫോൺ ചിലർക്കൊരു ലഹരിയായി മാറാറുണ്ട്. അങ്ങനെ ലഹരി പലതുമാണ് ലഹരി എന്ന് പറയുന്നത്. ഏതിലായിരിക്കണം നമ്മുടെ ലഹരി? കർത്താവിനെ കുറിച്ചുള്ളൊരു ലഹരിയുണ്ടോ? ആരാധനയെക്കുറിച്ച് ലഹരിയുണ്ടോ? സഭ ഒരു ലഹരിയായി മാറുന്നുണ്ടോ താങ്കൾക്ക്? PYP ഒരു ലഹരിയായി മാറുന്നുണ്ടോ താങ്കൾക്ക്? ആത്മീകമായ ലഹരി വേണം, അനാത്മികതയുടെ ലഹരി വേണ്ട. അതുകൊണ്ടാണ് പറയുന്നത് മദ്യം കഴിച്ച് മതോന്മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരാകണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ പറയപ്പെട്ടതെല്ലാം ലോകത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ആ ലോകം ഒരു ശത്രുവാണ്, അതിനെ ജയിക്കാൻ കഴിയണം. രണ്ടാമത്തെ എന്താ? ജഡം. ജഡം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താന്ന് പറയൂ? നമ്മെ വീഴ്ത്തിക്കളയുന്ന മറ്റൊന്നാണ് ജഡം എന്ന് പറയുന്നത്. ജഡം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോണം. പാപത്താൽ വീഴ്ച പറ്റിയ മനുഷ്യപ്രകൃതം, ദ ഫാലൻ ബോഡി. അതാണ് പാപത്താൽ വീഴ്ച പറ്റിയ മനുഷ്യപ്രകൃതം, അതാണ് ജഡം. പാപം വീഴ്ത്തിക്കളഞ്ഞ മനുഷ്യപ്രകൃതം. നമ്മുടെ തീം അത് തന്നെയാണ്, വീണു പോകരുത്, നീ ജഡമായി പോകരുത്. പാപത്താൽ വീഴ്ച പറ്റിയ മനുഷ്യപ്രകൃതം. ആ വീഴ്ചയുടെ ലക്ഷണമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല ക്ഷീണങ്ങളും താഴ്ചകളും അനുഭവങ്ങളെല്ലാം. ഓടി അങ്ങോട്ട് പോയ വഴിക്ക് മഴ പെയ്തു, കുടയില്ലായിരുന്നു, അല്പം ഒന്ന് നനഞ്ഞു. കയറി നിൽക്കുന്നൊരിടം കിട്ടുന്നിടം വരെ നനഞ്ഞു. ഓക്കെ, അല്പമേ നനഞ്ഞുള്ളൂ. 10 മിനിറ്റ് കഴിയുമ്പോൾ തലേ വീണ മഴത്തുള്ളി എല്ലാം കൂടെ മൂക്കിനകത്തോട് ഒഴുകി വരും. മനസ്സിലായി? പിന്നെ ചീറ്റി നടക്കുക, തുമ്മി. അത് നമ്മുടെ ശരീരം വീണു പോയതിൻ്റെ ലക്ഷണമാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റിക്കിൻ്റെ സകല ഇടപാട്, ക്യാൻസർ, ട്യൂമർ അടക്കമുള്ള സകലതും നമ്മുടെ ശരീരം വീണുപോയതാണ്. പാപം ചെയ്യുന്നതിന് മുൻപ് പാപപൂർവകാലം ആദമും ഹവ്വയും കൊട്ടൻ ചുക്കാതി തേച്ചായിട്ട് വായിക്കുന്നുണ്ടോ? പിക്സാക്ഷൻ 500. ഹവായുടെ ബാഗിനകത്ത് പാരസെറ്റമോൾ ഉണ്ടായിരുന്നു? ഇല്ല, അന്നൊന്നും വേണ്ടിയിരുന്നില്ലെന്ന്. കാരണം ആരോഗ്യ ദൃഢഗാത്രമായ ശരീരം, സൗന്ദര്യത്തിൻ്റെ സമ്പൂർണ്ണത, അറിവിൻ്റെ പൂർണ്ണത ഒക്കെയായിരുന്നു. പക്ഷെ വീണ് കഴിഞ്ഞപ്പോഴാണ് വേദന, കഷ്ടത, വിയർപ്പ്, വിങ്ങൽ, നൊമ്പരം ഒക്കെ ഉണ്ടാകുന്നത്. കോപാവേശങ്ങളൊക്കെ ഉണ്ടാകുന്നു. കള്ളം പറയാനുള്ള വ്യഗ്രത, അതൊക്കെയാണ് വീണുപോയ ശരീരം. ഈ ജഡം നമ്മെ തോൽപ്പിക്കും മക്കളെ. ഇതിനെ നമ്മൾ വില കൂടിയ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ്
ഭയങ്കരമായ സൗന്ദര്യ സമ്പർദ്ദക സാധനങ്ങളോടുകൂടെയൊക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അവസരം അനുകൂലമായി ഒത്തു കിട്ടിയാൽ ഈ ശരീരം നമ്മളെ ചതിക്കും. ജഡത്താൽ വീണു പോകരുത്. ഉണ്ടല്ലേ? ഇപ്പൊ ത്രിവിധ ശത്രുക്കളുണ്ട്, ഇതിനോട് ചെറുത്തു നിൽക്കാൻ പറ്റണം. ജഡത്തിന്റെ വാക്യം എഴുതിയോ? ഇല്ലല്ലോ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം. ഗലാത്യർ 5:24. ഗലാത്യ ലേഖനം 5:24. ജഡത്തെ എന്തോ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ജഡത്തിന് ചില രാഗങ്ങളുണ്ട്, ചില മോഹങ്ങളുണ്ട്, ചില താളങ്ങളുണ്ട്, ചില താളഭംഗങ്ങളുണ്ട്. അത് ക്രൂശിക്കണം. PYP-യിലുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ കൈ ഉയർത്തും നിങ്ങളെല്ലാവരും. പേരുക്കട സെൻട്രലുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങൾ കൈ ഉയർത്തും. ക്രിസ്തുവിനുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ എത്ര പേര് ഉയർത്തും? അവരെയാണ് PYP-ക്ക് വേണ്ടത്. ആർക്കുള്ളവരായിരിക്കണം? KC തോമസ് സാറിൻ്റെ കൂടെയുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ അഭിമാനത്തോടെ കൈ എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തും. ക്രിസ്തുവിനുള്ളവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേര് കൈ ഉയർത്തും? ക്രിസ്തുവിനുള്ളവരാകണം. ക്രിസ്തുവിനുള്ളവരുടെ ലക്ഷണം എന്താ? ജഡത്തെ ക്രൂശിച്ചവരാ. ജഡത്തെ അതിൻ്റെ രാഗം മോഹങ്ങളോടുകൂടെ ക്രൂശിച്ചു. അവർക്ക് കോപിക്കാൻ പറ്റത്തില്ല, അവർക്ക് കസേര കളിക്കാൻ പറ്റത്തില്ല, അവർക്ക് പിണക്കമുണ്ടാക്കാൻ പറ്റത്തില്ല, അവർക്ക് ഭിന്നത ഉണ്ടാക്കാൻ പറ്റത്തില്ല, അവർക്ക് പാര വയ്ക്കാൻ പറ്റത്തില്ല. അവർക്ക് അവസരത്തിൻ്റെ അനുകൂല്യമായ അവസരം കിട്ടുന്നുണ്ട്. അവസരത്തിൻ്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് തിന്മയിലേക്ക് പോകാൻ പറ്റില്ല. പപ്പായും മമ്മിയും വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജഡത്തെ ക്രൂശിച്ചവർക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റും. അയ്യോ കൊച്ചു തന്നെ ഉള്ളു, എന്തോ കാണിച്ചു വയ്ക്കുമെന്ന് അറിയത്തില്ല, ഓടി പോട്ടെ എന്നും പറഞ്ഞ് ആശീർവാദം പറയുന്നതിന് മുമ്പേ അമ്മമ്മ ഓടുക വീട്ടിലോട്ട്. ചെറുക്കം തന്നെ ഉള്ള എന്തൊക്കെ പോകിലൊപ്പിക്കുമെന്ന് അറിയത്തില്ലെന്ന് ഓടുക. വിശ്വാസമില്ല. കാരണം അവസരം ഒത്തുകിട്ടിയാൽ തിന്മ ചെയ്യുമെന്നുള്ള ഒരു ചിന്തയാണ്. അത് വരാൻ പാടില്ല, ആരുകൂടെ ഇല്ലെങ്കിലും. ഇപ്പം കേൾക്കാനില്ല, പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഡാഡി മമ്മി വീട്ടിലില്ല എന്നും പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. ചെറുപ്പക്കാർക്ക് അറിയാമല്ലോ, പിള്ളേർക്കൊക്കെ അറിയാം. ഡാഡി മമ്മിയും വീട്ടിലില്ല, നീ ഇങ്ങ് പോരേന്ന്. ഡാഡി മമ്മിയും വീട്ടിലുണ്ടെങ്കിൽ പണി നടക്കത്തില്ല. അതാണ് ആ ഒരു ഇടപാടല്ല. ഡാഡി മമ്മിയും വീട്ടിലുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ചാനലുകളെല്ലാം സജീവമാണ്, മൊബൈൽ ഫോൺ ഫുൾ റേഞ്ചാണ്. മനസ്സിലായില്ലേ? ആരെ വേണമെങ്കിലും വിളിക്കാം, ആര് വേണമെങ്കിലും വരാം, ആരും അറിയില്ല. ആ സമയത്ത് വന്നാൽ, അവൾ വന്നാൽ, അവൻ വന്നാൽ, ഞാൻ അങ്ങോട്ട് പോയാൽ, അവൾ ഇങ്ങോട്ട് വന്നാൽ, അവൻ അങ്ങോട്ട് പോയാൽ, അവൻ ഇങ്ങോട്ട് വന്നാൽ ആരും അറിയില്ല. ആരെ വേണമെങ്കിലും വിളിക്കാം, എന്ത് വേണമെങ്കിലും കഴിക്കാം, ഓർഡർ ചെയ്യാം, എന്ത് വേണമെങ്കിലും. പക്ഷേ എനിക്കത് ശീലമില്ല, ഞങ്ങൾക്കിത് കഴിച്ചുകൂടാ, എനിക്കതിനെ ആരാധിച്ചുകൂടാ, എനിക്ക് രാജാവിനോട് പ്രാർത്ഥിച്ചുകൂടാ എന്ന ശീലം നിലനിർത്തണമെങ്കിൽ ജഡത്തെ ക്രൂശിച്ചേ പറ്റത്തുള്ളൂ. ജഡം അതിനോട് ചെറുത്തു നിൽക്കാൻ കരുത്തുള്ളവനാണ് വീഴാതെ നിൽക്കുന്നവൻ. പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിഞ്ഞ് നേരെ ഭാര്യയുടെ അടുത്തോട്ട് ചെന്നപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ വീർത്ത മോന്തേവാണ്ടിരിക്കുകയാണ്. നാണം ഇല്ല മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ ആ പെണ്ണുങ്ങളുടെ മുമ്പിൽ കിടന്ന് ചാടാൻ? ഭർത്താവ് ചാടിയതല്ല വിഷയം, പെണ്ണുങ്ങളുടെ മുമ്പിൽ ചാടിയതാണ് വിഷയം. അതാണല്ലോ സ്ത്രൈണതയുടെ ഒരു കുശുമ്പെന്ന് പറയുന്നത്. അതാണ്. അച്ഛൻ എന്തോ വേണേലും കാണിച്ചോ, പക്ഷേ അന്നമാമ്മയുടെ ജന്നമാമ്മയുടെ ശോശാമ്മയുടെ മുമ്പിൽ കാണിച്ചതാണ് എനിക്ക് സഹിക്കാൻ വയ്യാതെ പോയത്. ദാവീദിൻ്റെ കാര്യമായി പറഞ്ഞു വരുന്നത്. അപ്പോൾ ഭയങ്കര പ്രശ്നമായി. ദാവീദ് വളരെ വിദഗ്ധമായിട്ട് ഭാര്യയെ അപ്പന് വിളിക്കുന്നത് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഭാര്യ അപ്പനെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി കരുത്ത് വേണം, അതാ എൻ്റെ കാര്യം. ദാവീദ് വളരെ വിദഗ്ധമായി മീഖളിനെ അപ്പനെ വിളിക്കുന്നുണ്ട്. നിന്റെ അപ്പനേക്കാളധികം എന്നെ സ്നേഹിച്ച് തിരഞ്ഞെടുത്ത എൻ്റെ ദൈവത്തിന് മുൻപാകെ ഞാൻ ഇതിലധികം എന്തോ ചെയ്യുമെന്നാ. അങ്ങനെയൊക്കെ തിയോളജി പറഞ്ഞിട്ട് പോയ പുള്ളി നേരെ മട്ടുപ്പാവിലേക്ക് പോയി ദൂരെ കണ്ട ദൃശ്യം തൻ്റെ ജഡം വീഴ്ത്തിക്കളയുവാൻ കാരണമായി മാറി. ഊരിയാവിൻ്റെ ഭാര്യയുടെ ശരീരശാസ്ത്രം ഭ്രമിപ്പിച്ചു കളഞ്ഞു. ജഡം വീഴ്ത്തിക്കളയും നിന്നെ. കാണുന്നതിനെല്ലാം കണ്ണിന് വിട്ടുകൊടുക്കരുത്, കണ്ണേ മടങ്ങുക എന്ന് തിരികെ വിളിക്കാൻ കഴിയുന്നവന് ക്രിസ്തുവിനുള്ളവൻ. PYP-ക്കുള്ളതായ പോരാ, പേരുക്കട സെൻറ്ററിൻ്റെതായ പോരാ, KC സാറിൻ്റെ വകയായ പോരാ, പിന്നെ എന്തോ വേണം? ക്രിസ്തുവിനുള്ളതാകണം, ക്രിസ്തുവിനുള്ളവരാകണം. അവർ ജഡത്തെ എന്തോ ചെയ്യുന്നു എന്ന് പറഞ്ഞേ? അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ഓക്കെ, അടുത്തത് പിശാചാണ്. പിശാച് എന്നുള്ളതിൻ്റെ നേരെ എഴുതിക്കോ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 2:11 വാക്യം. 2 കൊരിന്ത്യർ 2:11. 2 കൊരിന്ത്യർ 2:11. നേതാക്കന്മാരൊക്കെ വന്നു, അപ്പോൾ എൻ്റെ സമയം തീർന്നു എന്നുള്ളതാണ് എൻ്റെ ലക്ഷണം. ഓക്കെ, അപ്പം മനസ്സിലായില്ലേ? ഈ 3 കാര്യങ്ങൾ, ത്രിവിധ ശക്തികളോടുള്ള നമ്മുടെ ചെറുത്തുനിൽപ്പ്,
എത്രമാത്രം പ്രബലമാണോ അത്രത്തോളം നമുക്ക് വീഴാതെ നിൽക്കാൻ പറ്റും. സ്വത്രം പറയാൻ പറ്റുമോ? ഓക്കെ, അടുത്തൊരു ചിന്ത എഴുതിക്കൂ. അടുത്തും കൂടെ വേഗം എഴുതിക്കൂ. വേഗം വേഗം. ഇപ്പം നിർത്താം. ഇപ്പം നിർത്താൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഇടക്കാല ആശ്വാസത്തിന് വേണ്ടിയാണ്. അത് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ അല്ലേ? അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തൊരു ചിന്ത എഴുതിക്കോണം. ത്രിവിധ ബന്ധങ്ങളോടുള്ള ആത്മാർത്ഥത. ത്രിവിധ ബന്ധങ്ങളോടുള്ള ആത്മാർത്ഥത. ത്രിവിധമായ ബന്ധങ്ങളോട് ആത്മാർത്ഥത പുലർത്തിക്കോണം. 3 ബന്ധങ്ങളെ സൂക്ഷിച്ചോണം എല്ലാ യുവജനങ്ങളും. ത്രിവിധ ബന്ധങ്ങൾ. ഏതാ ത്രിവിധ ബന്ധങ്ങൾ? PYP ഒരു പെന്തക്കോസ്ത് പെൺകുഞ്ഞ്, ഒരു പെന്തക്കോസ്ത് ആൺകുഞ്ഞ് സൂക്ഷിക്കേണ്ട ബന്ധങ്ങൾ 3 ഒന്ന്, മാതാപിതാ കുടുംബ ബന്ധങ്ങൾ. കുടുംബ ബന്ധങ്ങളോട് സുതാര്യത പുലർത്തണം, ആത്മാർത്ഥത പുലർത്തണം. എഫെസ്യ ലേഖനം 6:1 മക്കളേ, നിങ്ങളുടെ അമ്മയപ്പന്മാർക്ക് എന്തോ ചെയ്യണം? മക്കളുമാരോടെല്ലാം ഞാൻ പറയാം, മോനെ പപ്പായെ ആദരിച്ചോണം, മമ്മിക്ക് നൊമ്പരമാകരുത്. മക്കളുമാർ കേട്ടോ, മമ്മിക്ക് വിഷമമാകരുത്. മമ്മിയെ നിങ്ങൾ സ്നേഹിച്ചോണം, ഒത്തിരി പ്രണയിച്ചോണം. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ പപ്പയും മമ്മിയും ആയിരിക്കണം. എത്ര പേർക്ക് അങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ബെസ്റ്റ് ഫ്രണ്ടാണ് നിങ്ങളുടെ മമ്മിയും പപ്പയും എന്ന് ചിന്തിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇത് ചില ആമ്പിള്ളേരുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, മൂക്കിന് താഴെ ഒരു വര ഇങ്ങനെ കറുത്ത് വരും. ഒരു 10, 12, 13, 14 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഇവനിങ്ങനെ ചീപ്പിട്ട് തിരുമി ഒരു പരുവത്തിൽ ഇതിനെ അങ്ങ് കനപ്പിക്കും. ഇത് നന്നായിട്ട് കനത്ത് കഴിയുമ്പം അവൻ്റെ ചിന്ത, അപ്പൻ്റെ മീശയേക്കാൾ എൻ്റേതാണ് നല്ലതെന്ന്. പിന്നെ ഇവനെ പിടിക്കാൻ 16 പേര് വേണം, അറിയാവോ? പപ്പ പണി നോക്കപ്പ എന്നൊക്കെ ഒരു മടിയില്ലാതെ അപ്പന് നേരെ വിരൽ ചൂണ്ടുന്ന പിള്ളേർ. മീശ വന്നതാ കാര്യമായത്. മീശയുള്ള സകല പുള്ളികളോട് ഞാൻ പറയാം, ഈ മൂക്കിന് താഴെ ഈ മീശ വരുന്നതിന് മുൻപ് ഒത്തിരി ചെറിയ പ്രായത്തിൽ ഒരു കൊഴുത്ത ദ്രാവകം വന്ന് അടിഞ്ഞുകൂടിയത് ഓർമ്മയുണ്ടോ? എന്തോ ദ്രാവകം? ഒരു ഇളം മഞ്ഞ നിറത്തിലൊരു സാധനം. എന്തോ അതിന് പറയുന്നത്? എന്തോ ഒരു അത് തന്നെ. മുറ്റത്ത് കളിച്ചോണ്ടിരുന്നപ്പോഴേ ഇതിങ്ങനെ ഒഴുകി ഇറങ്ങി താഴോട്ട്. അപ്പോഴാണ് അപ്പൻ വാഴപ്പണയിൽ നിന്ന് കയറി വന്നത്. ഈ കാഴ്ച കണ്ടപ്പോൾ പുള്ളിക്ക് തന്നെ ഇതിങ്ങനെ ഒഴുകി താഴോട്ട് അസഹ്യമാകുമ്പോൾ നീ തന്നെ കൈകൊണ്ട് ഇങ്ങനെ തുടച്ച് അതിങ്ങനെ വരച്ച് വെച്ച് മുഖത്ത് മൊത്തവും. അപ്പോഴപ്പൻ ഇങ്ങോട്ട്, എടാ കുഞ്ഞെ എന്തോന്നാടാ ഇത്? എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന പാവം കൈ നല്ലപോലെ കയ്യിലെ മണ്ണും ചെളിയും എല്ലാം കഴുകി കളഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്ക്, ഈ തള്ളവിരലും ഈ ചൂണ്ടുവിരലും കൂടെ നിന്റെ പതിയെ ചുണ്ടോട് അടുപ്പിച്ചു. സോഫ്റ്റ് ടച്ച്, തൂവൽ സ്പർശം. അതിങ്ങനെ ചുണ്ടോടടുപ്പിച്ചപ്പോഴുണ്ടല്ലോ ആ കൊഴുത്ത ദ്രാവകം അദ്ദേഹത്തിൻ്റെ വിരലുകളിലേക്ക് ഒഴുകിയിറങ്ങി. അതിങ്ങനെ കുടഞ്ഞങ്ങോട്ട് കളഞ്ഞിട്ട് ബാക്കി ഉടുമുണ്ടിലോട്ട് തുടച്ചിട്ട് നിന്നെ പൊക്കിയെടുത്ത കവള തുമ്മ തന്നതാ നിന്റെ തന്ത. ആ മനുഷ്യൻ്റെ നേരെ ചിറാലിക്കരുത്. ആ മനുഷ്യൻ നിന്റെ അത്രയും കമ്പ്യൂട്ടർ വിദഗ്ധനൊന്നുമല്ല. ആ മനുഷ്യൻ നിന്റെ അത്ര ഇംഗ്ലീഷ് ഈസും വാസും ഒന്നും പുള്ളിക്കറിയത്തില്ല. പക്ഷേ ആദരിച്ചോണം, ബഹുമാനിച്ചോണം, കയ്പായിരിക്കരുത്. ക്രിസ്തുവിലവന് അദ്ദേഹത്തെ വലിയ കരുതലോടെ മക്കളുമാരോടും പറയുക, പെൺപിള്ളാരോടും പറയുക. ആൺപിള്ളേർക്ക് മാത്രമേ മൂക്കളെ ഉള്ളായിരുന്നു ചിന്തിക്കരുത്. നിങ്ങൾ അതിൻ്റെ ആശാട്ടിമാരായിരുന്നു. അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മമ്മിയോട് ചോദിച്ചു നോക്കണം. അതെല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കി കൊണ്ടു നടന്ന അപ്പൻ്റെ നേരെ നിന്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒന്നും ഉപയോഗിക്കരുത്. ആദരിച്ചോണം. ആ മനുഷ്യൻ്റെ നെറ്റിത്തടം ഉയർത്തതാ നിന്റെ ഇത്തരം മണ്ണത്തിലും പൊണ്ണത്തിലും ആക്കിയത്. മോളുമാരെ ശ്രദ്ധിച്ച്, മക്കളുമാരെ ശ്രദ്ധിച്ച്, വീട്ടിൽ ഏറ്റവും അവസാനം ഉറങ്ങുന്നതാരെന്നറിയാമോ? ഏറ്റവും അവസാനം ഉറങ്ങുന്നതാരാ? അമ്മയാ. ഏറ്റവും ആദ്യം ഉണരുന്നതാരാ? അമ്മയാ. നമ്മളെപ്പോഴാണ് ഉണരുന്നത്? അതിരാവിലെ 9 മണിക്ക്. ഏറ്റവും അവസാനം ഉറങ്ങാൻ പോകുന്ന അമ്മയാണ്. എല്ലാവർക്കും കിടക്കയിലായി, എല്ലാവർക്കും പുതപ്പുണ്ടോ, തലയണ കിട്ടിയോ എന്നൊക്കെ അന്വേഷിച്ച് ഏറ്റവും അവസാനം ബെഡ്റൂമിലേക്ക് പോകുന്നത് അമ്മയാണ്. ഏറ്റവും അവസാനം കഴിക്കുന്നത് അമ്മയാ. അറിയാമോ? നമ്മൾ സ്പൂൺ കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കഷണം എല്ലാം പൊടിഞ്ഞു വീണത് അമ്മ എടുത്ത് കഴിയും. നമ്മൾ നല്ല കാലും ചെറുവും ഒക്കെ നമ്മൾ എടുത്തല്ലോ. അമ്മയ്ക്ക് ഏറ്റവും അവസാനം മുള്ളൻ പറ്റിയിരിക്കുന്നൊക്കെ അമ്മ കഴിച്ചിട്ട് തൃപ്തിയായി പോയി കിടക്കുന്നു. യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കണ ഒരു കവിത ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാം. കൽപ്പറ്റ നാരായണൻ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. എനിക്കിഷ്ടം അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഞാൻ ഒത്തിരി വായിക്കാറുണ്ട്. ഇഷ്ടമാണ്. കൽപ്പറ്റ നാരായണൻ അടിച്ചാൽ മതി യൂട്യൂബിൽ.
അദ്ദേഹം അമ്മയെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട്. അമ്മ മരിച്ചു ആശ്വാസമായി, അതാ കവിതയുടെ പേര്. എനിക്ക് ദേഷ്യം വന്നത് വായിച്ചപ്പോൾ. അല്ല, അതിൻ്റെ കവിതയുടെ പേര് കേട്ടോ, അമ്മ മരിച്ചു ആശ്വാസമായി. അമ്മ മരിക്കുന്നതോടുകൂടി ആകെപ്പാടെ വല്ലാത്തൊരു ഗതികേടിലേക്ക് വരികയില്ല. ഈ പുള്ളിക്ക് ആശ്വാസമായി. എന്തോ ആശ്വാസം എന്നറിയാൻ വായിക്കുന്നില്ലെന്ന് വിചാരിച്ച് മാറ്റിവെച്ചു. പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കി, അമ്മ മരിച്ചപ്പോൾ എന്തോ പുള്ളിക്ക് ആശ്വാസം എന്നാന്ന് വായിച്ചേക്കാം. അമ്മ മരിച്ചപ്പോൾ ഉണ്ടായ തീവ്രമായിരിക്കുന്ന ദുഃഖത്തെ അദ്ദേഹം വേറൊരു ടെസ്റ്റ് നൽകി നമുക്ക് തരികയാണ് കവിത. അമ്മ മരിച്ചു ആശ്വാസമായി. എന്താണ് ആശ്വാസം? അദ്ദേഹം പറയുക, മഴ നനയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അമ്മ സമ്മതിക്കില്ലായിരുന്നു. ഇന്നലെ ആ പാവം മരിച്ചു, ഇനി എനിക്ക് മഴ നനയാം. മഴത്തുള്ളി തല വീഴാതിരിക്കാൻ ഏറ്റവും വലിയ കൂട ജോൺസ് കൂടെയൊന്നും അല്ല, പോപ്പിക്കൂടെയൊന്നും അല്ല, പിന്നെന്തുവാണ്? അമ്മ കേറി പരക്കാത്ത മഴ പെയ്യുന്ന കണ്ടില്ലേടാന്ന് ആക്രോശിക്കുന്നത് അമ്മയാണ്. അദ്ദേഹം പറയുക, അമ്മ മരിച്ചു, ഇനി എനിക്ക് മഴ നനയാം. അടുത്തൊരു വരിയുണ്ട്, എന്തെന്നറിയോ? കൂട്ടുകാരുടെ കൂടെ നാട് ചുറ്റി നടന്ന് വയറു നിറച്ച് വല്ലതും കഴിച്ചിട്ട് വീട്ടിൽ വന്നാൽ അത്താഴം ഉണ്ണാതെ കിടക്കണമെന്നാണ് എൻ്റെ താല്പര്യം. പക്ഷെ അമ്മ സമ്മതിക്കില്ല. അത്താഴ പട്ടിണി കിടന്നുകൂടെ കഴിക്കു കുഞ്ഞെ വന്ന് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കുന്ന ആ പാവം ഇന്നലെ മരിച്ചു, ഇനി എനിക്ക് അത്താഴ പട്ടിണി കിടക്കാം. ആരെങ്കിലും കിടന്നിട്ടുണ്ടോ അത്താഴപ്പട്ടിണി? അമ്മയുള്ള വീട്ടിൽ ആരെങ്കിലും അത്താഴപ്പട്ടിണി കിടന്നിട്ടുണ്ടോ? അവരുണ്ടാതെ നോക്കിയിരിക്കുക. ആ അമ്മയെ നീ വേദനിപ്പിക്കരുതെന്നാണ് പറഞ്ഞ്. അപ്പനെ വേദനിപ്പിക്കരുത്. വല്ലതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കഴിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പറ, എൻ്റെ മമ്മി സൂപ്പറാന്ന് പറ. ഇത് മമ്മി എന്താ ഉണ്ടാക്കി വെച്ചത്? ആരാണ്ടിപ്പം പിള്ളേരുടെ കറിയും കൂട്ടിയിട്ട് വന്നിട്ട് മമ്മി കുറ്റം പറയുന്നത് നിൻ്റെ ഇടപാടുണ്ടല്ലോ, PYPക്ക് ചേർന്നല്ലെന്നായി പറയുന്നു. അമ്മയെ നന്നായി സ്നേഹിക്കാൻ പറ്റണം, അപ്പനെ ബഹുമാനിക്കാൻ പറ്റണം. അതാ കുടുംബ ബന്ധങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്തത് സഹോദരങ്ങളുമായിട്ടുള്ള കുടുംബത്തിനകത്ത് തന്നെ സഹോദരങ്ങൾ വിട്ടുപോകരുത്. കല്യാണത്തിന് മുമ്പ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു നെല്ലിക്ക, ഒരു ചാമ്പയ്ക്ക, ഒരു മാങ്ങ, ഒരു കണ്ണി മാങ്ങ ആക്കി വേണ്ടി ആങ്ങളും പെങ്ങളും. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്കായി കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിക്കാത്ത എന്നെ, മിണ്ടാത്ത എന്നെ, പോകാത്ത എന്നെ, വരാത്ത എന്നെ. ബന്ധങ്ങൾ അവസാനം വരെ നിലനിർത്തണം. PYPയുടെ സംസ്കാരം അതായിരിക്കണം. അടുത്ത ബന്ധം ഏതാണെന്നറിയാമോ? സഭാബന്ധമാണ്. സഭാബന്ധം. സഭാബന്ധത്തിൻ്റെ വാക്യം എഴുതിക്കോ. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 12-ാം വാക്യം. 1 കൊരിന്ത്യർ 14:12. സഭാബന്ധം. സഭയ്ക്ക് സഫലമാകണം നിങ്ങൾ. ആത്മവരങ്ങളെക്കുറിച്ച് നിങ്ങൾ വാഞ്ചയുള്ളവരാകയാൽ ദൈവസഭയുടെ ആത്മിക വർധനവിന് വേണ്ടി സഫലന്മാരാകണം. 14-12 വാക്യം. അപ്പൊ സഭയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം സുതാര്യമാകണം. ബന്ധങ്ങളിലെ ആത്മാർത്ഥത, സഭയോട് ആത്മാർത്ഥത വേണം. സഭയോട് നിങ്ങൾ അകലാൻ പാടില്ല. നിങ്ങളുടെ പാസ്റ്ററുമായി നിങ്ങൾക്ക് നല്ല ഇൻറ്റിമസി ഉണ്ടാകണം. പാസ്റ്ററുമായിട്ട് നല്ല ബന്ധമുള്ള എത്ര കുഞ്ഞുങ്ങളുണ്ട്? നിങ്ങളുടെ പാസ്റ്ററുകളും അണ്ട് ആരും കൈ പൊക്കുന്നില്ലല്ലോ. നല്ലപോലെ പൊക്കുക. മുമ്പേ മോൻ പറഞ്ഞതുപോലെ യേശു ഒടിഞ്ഞ കയ്യിലല്ലല്ലോ ക്രൂശിക്കപ്പെട്ടത്, നന്നായിട്ട് കൈ ഉയർത്തി. പാസ്റ്ററുകളുമായിട്ട് നല്ല ബന്ധം വേണം. പാസ്റ്റർ ആൻറ്റിയുമായിട്ട് നിങ്ങളുടെ മമ്മിയോട് പറയാത്തതുപോലും പാസ്റ്റർ ആൻറ്റിയോട് പറയാം. പാസ്റ്റർ ആൻറ്റിമാരെല്ലാം ശ്രദ്ധിച്ചോണം. പാസ്റ്റർ ആൻറ്റിമാരൊക്കെ നല്ല PYPയുടെ ക്യാമ്പാണെങ്കിലും പാസ്റ്റർ ആൻറ്റിമാരോട് പറയുക, നിങ്ങളുടെ സഭയിലെ കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ നല്ല ടൈംസ് ആകണം. അവരുടെ വിഷമതകൾ തുറന്നു പറയാനുള്ള സങ്കേത നഗരമാകണം നിങ്ങൾ ഓരോരുത്തരും. അത് ആ കൊച്ചിൽ നിന്ന് കേട്ട് വേറെ പിള്ളേർക്ക് കൊണ്ട് കൊടുക്കരുത്. അത് നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. ചിലർ പറയാത്തതിൻ്റെ കാര്യം, എൻ്റെ ദൈവമേ അവരോട് പറയണ്ട. അതിൻ്റെ കാര്യം, ഞങ്ങളുടെ പാസ്റ്റർ ആൻറ്റിയുടെ പേരെന്തോന്നറിയോ? ഇല്ല, ആകാശവാണി എന്നാണ്. അപ്പം അങ്ങനെയുള്ളവരോട് പറയാൻ പറ്റത്തില്ല. പത്തനാപുരത്ത് ഞങ്ങൾക്കൊരു ആൻറ്റി ഉണ്ട്, ആകാശവാണി എന്ന പേര് നാട്ടുകാരെല്ലാം കൂടെ ഇട്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങളെ പേര് മാറ്റിയിടാൻ തീരുമാനിക്കുക, 24 എന്നിടാൻ പോവുകയാണ്. കാരണം ആകാശവാണിയേക്കാൾ വ്യാപകമായല്ലോ. വാർത്ത പ്രചരിപ്പിക്കുന്നതിനകത്ത് മിടുക്കുള്ള അവരോടൊന്നും രഹസ്യം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാസ്റ്റാൻറ്റിമാരെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സഭയിലെ പെൺകുഞ്ഞുങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരാകണം. അവരെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കണം നിങ്ങൾ. ആ കുഞ്ഞിൻ്റെ സമ്മർദ്ദം നിങ്ങൾ അറിയണം, അവളുടെ ഗദ്ഗതം നിങ്ങൾ അറിയണം, അവളുടെ ഹരാസ്മെൻറ്റിൽ അവളുടെ വേദനിക്കുന്ന നിങ്ങൾ തിരിച്ചറിയണം. അപ്പം സഭയുമായിട്ട് അവർക്കൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബന്ധമാകണം കുഞ്ഞുങ്ങളുമായി. കുഞ്ഞുങ്ങൾ പാസ്റ്ററുമായിട്ട് നല്ല ടൈംസിലാകണം. സഭയുമായുള്ള അടുത്ത ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം, സമൂഹവുമായിട്ടുള്ള ബന്ധം. കൊലോസ്യർ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം. കൊലോസ്യർ 4:5. സമയം തീരുക. അപ്പം ഈ പറയപ്പെട്ടതായിരിക്കുന്ന സംഗതികൾ നമ്മൾ സൂക്ഷിച്ചാൽ എന്തോ ഭവിക്കത്തില്ലെന്നാ പറഞ്ഞേ. എന്തോ ഭവിക്കത്തില്ല? വീഴ്ച ഭവിക്കത്തില്ല, വീണു പോകാതിരിക്കും. ഇനി ഞാൻ 1-2-3 വാചകങ്ങൾ തരാം, പ്രസംഗിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞങ്ങ് നിർത്താം, സമയം പോയതുകൊണ്ട്. ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കുക. അതാണ് അടുത്ത പോയിന്റ്. എഴുതിക്കൂ, ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളെ, ദ വാർണിങ്സ്
വാണിങ്സ് ഒരിക്കലും നിങ്ങൾ ഡിനേ ചെയ്യരുത്. വാണിങ്സിനെ നിങ്ങൾ പരിഗണിക്കണം. വാണിങ്ങുകൾ, മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ പരിഗണിക്കണം. അതാണ് അടുത്ത പോയിന്റ്. ആ മുന്നറിയിപ്പുകൾ 1 2 3 4 5 എന്ന് പറഞ്ഞ് നിർത്താം, വിവരിക്കുന്നില്ല. 1 2 3 എന്ന് പെട്ടെന്ന് എഴുതിക്കൂ. മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ പരിഗണിക്കണം. ഒന്നാമത്തെ മുന്നറിയിപ്പ്, ആരും നിങ്ങളെ ചതിക്കാൻ അനുവദിക്കരുത്. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. കൊലോസ് 2:4. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാൻ അനുവദിക്കരുത്. അതാണ് ഒന്നാമത്തെ മുന്നറിയിപ്പ്. ഇതിനെ അവഗണിക്കരുത് ഒരിക്കലും. കൊലോസ് 2:4 വാക്യം. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്, ചതിക്കപ്പെട്ടു പോകരുത് നിങ്ങൾ. അടുത്തത്, ആരും നിങ്ങളെ കവർന്നു കളയരുത്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും കവർന്നു കളയരുതെന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. വാക്യം പിന്നെ എഴുതിക്കും. 2:8 വാക്യം, കൊലോസ് 2:8. ആരും നിങ്ങളെ കവർന്നു കളയരുത്, കവർന്നു കളയരുത്. പെന്തക്കോസ്ത് തലത്തിൽ നിന്ന് ആരും നിങ്ങളെ കവർന്നുകൊണ്ട് പോകരുത്. പെണ്ണുകുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഭയങ്കരമായിട്ട് PYPയിലൊക്കെ നിൽക്കും. ഒറ്റയ്ക്ക് വേണേൽ സമൂഹഗാനം പാടുന്ന പുള്ളികളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ കല്യാണം വരുമ്പോഴാണ് വിഷയം. ജർമ്മനിയിൽ നിന്നൊരു CSI വന്നു. CSI ഉള്ളൂ, സാരമില്ല പാസ്റ്റേ, മോള് മിടുക്കിയല്ലേ, 2 ആഴ്ചക്കകത്ത് അവൾ അവനെ ഇങ്ങോട്ട് നേടുമെന്ന്. 2 ആഴ്ച വേണ്ടി വന്നില്ല, ഒരാഴ്ചക്കകത്ത് അവൻ ഇവളെ അങ്ങോട്ട് നേടി. PYPയിലെ പ്രധാന താരം ഇപ്പോൾ CSI കൂടെ, ഓർത്തഡോക്സുകാരൻ്റെ കൂടെ. അനുവദിക്കരുത്. മമ്മി രക്ഷിക്കപ്പെട്ടതിനെ മാത്രം മതി. അവൻ ജർമ്മനിയിലല്ല, നീ ഏത് ഉഗാണ്ടയിലാണെന്ന് പറഞ്ഞാലും, എത്ര ലക്ഷമുണ്ട് ശമ്പളം എന്ന് വന്നാലും വേണ്ട, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായവനെ മതി എന്ന് പറയാൻ കഴിയുന്ന ഒരു ആർജവത്വം ഉണ്ടാകണം. ഉണ്ടോ? അതിനൊരു സ്വോത്രം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ആമേൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ മതിയെന്നാണോ? അല്ല. ഓക്കെ, ഗുഡ്. നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുക. അപ്പം നോക്കണം, മാതാപിതാക്കൾ ശ്രദ്ധിച്ചോണം. കൃപയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിവാഹം വരുമ്പോൾ അവരുടെ വിശ്വാസ ജീവിതം തകർന്നു പോകരുത്. അതാണ്, ആരും കവർന്നു കളയരുത് നിങ്ങളെ. അടുത്ത മൂന്നാമത്തേത്, ആരും നിങ്ങളെ വിധിക്കരുത്. കൊലോസ്യർ 3:16 വാക്യം. ആരും നിങ്ങളെ വിധിക്കരുത്. ആരുടെയും വിമർശനത്തിന് നിങ്ങൾ വിധേയമാകരുത്. നീ എന്താടി ഇത് കൊടുത്തോണ്ട് നടക്കുന്നത്? നീ എന്താ ഈ ടൈപ്പ് കൊടുത്തോണ്ട് നടക്കുന്നത്? നീ എന്താ ഇതും കഴിച്ചോണ്ട് നടക്കുന്നത്? എടാ നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ആരും വിധിക്കരുത്. വിധിക്കാൻ പാടില്ല. സഭായോഗത്തിന് പ്രൈസ് സെൻ്ററിൽ എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുള്ളി ഞായറാഴ്ച കല്യാണത്തിന് പോവുക. വീഡിയോ കോച്ച് ബസ്സിൽ മോഹൻലാലിനെയൊക്കെ കണ്ടോണ്ട് അതിനകത്തിരുന്ന് സിനിമയൊക്കെ കണ്ടിങ്ങനെ പോവുക. അപ്പോൾ അടുത്തിരുന്ന ഗോമതി ചേച്ചി ചോദിച്ചു, ഇന്ന് പോയില്ലല്ലേ? അപ്പോൾ ഗോമതി ചേച്ചിക്ക് അറിയാം ഈ ജീവി ഇപ്പോൾ എവിടെ ഇരിക്കേണ്ടതാ? ആരാധനാലയത്തിൽ ഇരിക്കേണ്ടതാണ്. ഇരിക്കേണ്ടതിന് പകരം ഇപ്പോൾ എവിടെ ഇരിക്കുകയാണ്? വീഡിയോ കോച്ച് ബസ്സിലിരിക്കുക. അതാണ് വിധിക്കപ്പെടുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ഒരു കാര്യവും ആരും വിധിക്കാൻ അനുവദിക്കരുത്. മോളെ പാട്ട് കൊള്ളാം, അയ്യോ നീ ഉടുത്തേക്കുന്ന പോലെ തന്നെ നിന്റെ പാട്ട്. അങ്ങനെ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടോ? ഒരു ബഹുമാന്യനായ മനുഷ്യൻ്റെ ഹെഡ് മാസ്റ്റർ പറയുകയാണ്, പാടിയിട്ട് ഇറങ്ങി വന്ന കൊച്ചിനോട്, കൺവെൻഷന് പാടിയിട്ട് ഇറങ്ങി വന്ന കൊച്ചിനോട് യോഗം കഴിഞ്ഞപ്പം അവളെ വിളിച്ചു നിർത്തി, മോളെ നിന്റെ സ്വരം, ശ്രുതി, ലയം, താളം, സംഗീതത്തിൻ്റെ സമസ്ത സംഗതികളും കൊള്ളാം മോനെ. നീ പാടിയ പാട്ടും നിന്റെ വസ്ത്രധാരണവും നന്നായിരിക്കുന്നു, പൊരുത്തപ്പെട്ടു. അവളെ പാടിയ പാട്ട് ഏതാണെന്നറിയാം? മുട്ടോളമല്ല അരയോളം പോരാ. ഉടുത്തേക്കുന്ന മുട്ടോളം ഇല്ല, അരയോളം ഇല്ല. അതാണ് വിധിക്കപ്പെടുക എന്ന് പറയുന്നത്. യോഗ്യമായി ധരിക്കണം, യോഗ്യമായി നടക്കണം. ഇതൊക്കെ മുന്നറിയിപ്പുകളാണ്. അടുത്ത ഒരെണ്ണം കൂടി എഴുതാം. ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. വീഴാതിരിക്കണമെങ്കിൽ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. 2:18 വാക്യമാണ്. കൊലോസ് 2:18. ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. ഓക്കെ, കൊലോസ് ലേഖനം വിട്ടൊരു മുന്നറിയിപ്പൂടെ തരാം. ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. എബ്രായ ലേഖനം 13:9 വാക്യം. എബ്രായർ 13:9. എബ്രായ ലേഖനം 13:9 വാക്യം. ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. നിങ്ങളുടെ കൂട്ടുകാരനും കൂട്ടുകാരിയും ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകാതെ ഉറപ്പായി നിൽക്കാൻ പറ്റണം. വീഴാതിരിക്കണമെങ്കിൽ മുന്നറിയിപ്പുകൾ. എഫെസ്യ ലേഖനം 5:3-4 വാക്യങ്ങൾ താഴെ ഇങ്ങനെ എഴുതിക്കൂ. എഫെസ്യ ലേഖനം ആദ്യം ആ വാചകം എഴുതിക്കൂ. ചേർച്ചയല്ലാത്തവ ഒന്നും അനുകരിക്കരുത്. ചേർച്ചയല്ലാത്തവ ഒന്നും അനുകരിക്കരുത്. എഫെസ്യ ലേഖനം 5:3-11 വരെയുള്ള വാക്യങ്ങൾ. എഫെസ്യ ലേഖനം 5:3-11 വരെ.
അത്രയും വാക്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. നിങ്ങൾ എഴുതിക്കോ. എഫെസ്യ ലേഖനം 5:3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അരുത് 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 എന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലിടയ്ക്കൊരെണ്ണം പറയുന്നു, ചേർച്ചയല്ലാത്തവ ഒന്നും അരുത് എന്ന് പറഞ്ഞാൽ കേട്ടെ. അവസാനത്തെ വാചകം, PYPക്ക് ചേർച്ചയല്ലാത്ത ഒന്നും അരുത്, പേരുക്കട ഡിസ്ട്രിക്റ്റിന് ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. നിങ്ങളുടെ നായകനായി നടത്തിപ്പുകാരനായി കാലങ്ങളായി ദൈവം ആക്ഷേപരഹിതമായി ഉപയോഗിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ KC തോമസ് അവരുടെ ആത്മീയതയ്ക്കും അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിതയ്ക്കും യോഗ്യമല്ലാത്തതൊന്നും അരുത്. അദ്ദേഹത്തെ വിളിച്ചു ബോർതിരിച്ച് നിലനിർത്തി ഇതിൻ്റെ നായകസ്ഥാനം വഹിക്കാൻ നിയമിച്ച നമ്മുടെ ഗുരുവും നാഥനുമായ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമായതൊന്നും അരുത്. ദൈവസഭ എന്ന് പറയുന്ന ജീവൽ ഘടകത്തിന് വിരുദ്ധമായതൊന്നും അരുത്. ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തി നന്നായി ദൈവത്തെ സ്തുതിക്ക്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെൻ്റെ വാക്കുകൾക്ക് വിരാമമാകാം. എല്ലാ കണ്ണുകളും അടയട്ടെ, ഹൃദയങ്ങളെല്ലാം ദൈവസ്ഥാനത്തിലേക്ക് ഏകാഗ്രമാകട്ടെ. അത്യുന്നതനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്ക്. ഈ കുറിച്ച് വെച്ച ചിന്തകൾ നിങ്ങളുടെ പേപ്പറിൽ മാത്രം ഒതുങ്ങരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തലങ്ങളിലേക്ക് വ്യാപിക്കപ്പെടാനിടയാകണം. കർത്താവിൻ്റെ മുൻപാകെ ഏറ്റവും മെച്ചമായ ജീവിത തലങ്ങളിലേക്ക് വരാനിടയാകണം. ഉച്ചയ്ക്ക് ശേഷമുള്ള അനുഗ്രഹീതമായ ടാരി മീറ്റിംഗ് ഉണ്ട്, അനുഗ്രഹീത വചന പ്രഭാഷണമുണ്ട്. അതിലൊക്കെ ആത്മശക്തിയെ പുതുക്കി പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദമായി നിലകൊള്ളാനിടയാകണം. എല്ലാ കണ്ണുകളും അടയട്ടെ, സ്തോത്രങ്ങളും സ്തുതികളും ഉയരട്ടെ. അല്പസമയം ഒരുമിച്ച് കേട്ട വചനത്തിന് മുൻപാകെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു പാട്ടിന്റെ അകമ്പടിയില്ലാതെ ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ എത്ര പേരുണ്ട്? ആത്മനിറവ് പ്രാപിച്ചവർ എത്ര പേരുണ്ട്? കർത്താവ്, ഈ ചിന്തകൾ എൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആ കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാമോ അല്പസമയം? ഹല്ലേലൂയ. ദൈവവചനമാ നമ്മൾ കേട്ടത്. വചനത്തിന്റെ ആഴമുള്ള ദർശനങ്ങളിലേക്ക് വരാനിടയാകട്ടെ. ജീവിതത്തിൽ വന്ന പിഴവുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിൽ നിന്ന് കഴികൾ പ്രാപിപ്പാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Oh, we thank you, Jesus. We exalt thy name. We magnify thy name, oh Lord. Hallelujah. കരുണയുള്ള ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുമക്കളെ എല്ലാവരെയും ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ PYP മുഴുഘടകം എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ജീവിതത്തിൽ വീഴ്ച സംഭവിക്കാതെ, താഴ്ച സംഭവിക്കാതെ, വഴുതിപ്പോകാതെ, വഴങ്ങാതെ, തിന്മയ്ക്ക് വഴങ്ങാതെ, സ്വയം പുകഴ്ചയിലായി പോകാതെ, താഴ്ത്തപ്പെട്ടു പോകാതെ, കരുത്തോടെ, നെഞ്ചുറപ്പോടെ, ആർജവത്വത്തോടെ ഈ ദുഷ്ടലോകത്തിൽ തലയെടുപ്പോടെ നിൽക്കാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി അവരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാദൈവമേ, PYPയുടെ ഉന്നതാധികാരികളെല്ലാം ഓർക്കുന്നു. പേരുക്കട PYP ഡിസ്ട്രിക്റ്റിനായിട്ട് സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കും. ഇതിൻ്റെ എല്ലാ പ്രാദേശിക ശാഖകളെയും അനുഗ്രഹിക്കണമേ, സഭകളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വിലയേറിയ ഭൃത്യനെ ഞങ്ങൾ തർക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരോഗ്യത്തോടെ, ആയുസ്സോടെ ദീർഘമാക്കി ഇനിയും ഞങ്ങൾക്കൊക്കെ വേണ്ടുന്ന മാർഗനിർദ്ദേശം തരുവാൻ വഴികാട്ടിയായി യോശുവയെ പോലെ കണ്ണുമങ്ങാത്തവനായി, ശരീരബലം ക്ഷയിക്കാത്തവനായി നിലകൊള്ളാൻ കൃപ ചെയ്യണം. എല്ലാ സഭകളിലുമുള്ള അഭിഷക്ത ദൈവദാസന്മാർക്കായി സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ 12-ന് താഴെയുള്ളവരെ ഞങ്ങൾ വേർതിരിച്ച് മാറ്റിയിട്ടുണ്ട്. അവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുകയാണ്. തുടർന്നുള്ള മീറ്റിങ്ങുകളെയും അനുഗ്രഹമാക്കണമേ. വീഴാതെ നിൽക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകല മഹത്വവും സ്തുതിയും പുകഴ്ചയും ആരാധനയും സ്തോത്രവും അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി മഹത്വം ക്രിസ്തുയേശുവിൻ നസ്തുല്യ നാമത്തിൽ തന്നെ.